കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് ഇരിട്ടിയിലാണ്. ഇരിട്ടിയിൽ നമ്മുടെ സണ്ണി ജോസഫ് MLA റോസസ് എന്ന ഭവനത്തിലാണ്. 3 തവണ പേരാവൂർ MLA. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് തുടക്കം. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ, സഹകരണ മേഖലയുടെ, അഭിഭാഷക രംഗത്ത്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലക്ക് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി കണ്ണൂരിലെ മലയോര രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ സക്രിയ സാന്നിധ്യമാണ് സണ്ണി ജോസഫ്. 70 പിന്നിടുന്നുണ്ടെങ്കിലും അദ്ദേഹം യുവത്വത്തിന്റെ പ്രതീകമാണ്. വേണമെങ്കിൽ നമുക്ക് മലയോരത്തിന്റെ മമ്മൂട്ടി എന്ന് അദ്ദേഹത്തെ പറയാം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങി മലയോര മേഖലയിൽ നിന്ന് ഒരു 3 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുക. കണ്ണൂർ ജില്ലയിലെ DCC പ്രസിഡന്റ് പദം അലങ്കരിക്കുക, UDF ചെയർമാൻ പദം അലങ്കരിക്കുക. കണ്ണൂർ ജില്ലയിലെ മണ്ണിനും മരത്തിനും വായുവിന് പോലും അന്തരീക്ഷത്തിന് പോലും രാഷ്ട്രീയമുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരിലെ രാഷ്ട്രീയ പ്രവർത്തനം. കേരളത്തിലെ മറ്റ് ഏത് ജില്ലകളെ അപേക്ഷിച്ചിട്ടും കണ്ണൂരിലെ രാഷ്ട്രീയ പ്രവർത്തനം അത്ര എളുപ്പമുള്ള ഒന്നല്ല. കാരണം ഇവിടെ എപ്പോഴും സംഘർഷഭരിതമാണ് രാഷ്ട്രീയം. നേർക്കുനേർ പോരാട്ടത്തിന്റെ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച പാരമ്പര്യം സണ്ണി ജോസഫിനുണ്ട്. നമ്മൾ കാണുന്ന MLA എന്ന സണ്ണി ജോസഫ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? തൊടുപുഴയിൽ നിന്നും കുടിയേറ്റ ജനതയുടെ ഹൃദയം കവർന്ന ഈ ജനനേതാവിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അദ്ദേഹത്തിന്റെ ബാല്യമറിയണം, കൗമാരമറിയണം, യുവത്വമറിയണം. ഇപ്പോഴും അദ്ദേഹം യുവാവാണ്. എന്തുകൊണ്ട് യുവാവ് എന്ന് പറയുന്നു? ലോകാരോഗ്യ സംഘടനയുടെ പുതിയ കണക്ക് മനുഷ്യന്റെ ആയുർദൈർഘ്യം 120 70 അദ്ദേഹം പിന്നിട്ടിട്ടു. ഇനിയും കിടക്കുകയാണ് 7 പതിറ്റാണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ. പ്രേക്ഷകർക്കും ഒപ്പം സണ്ണി ജോസഫിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സണ്ണി വക്കീലേ, നമസ്കാരം. നമസ്കാരം. 2024 കഴിയാൻ പോവാണ് അല്ലേ? ഡിസംബറിലാണ് നമ്മൾ സഞ്ചരിച്ചു കൂടിയത്. ക്രിസ്മസ് നാളിലാണ്. റോസസ് എന്ന വീട്ടിലാണ് നമ്മൾ ഉള്ളത്. തങ്ങളുടെ വീടാണിത്. എന്താണ് ഈ റോസസ്? അതെന്റെ അമ്മയുടെ പേര് റോസക്കുട്ടി. അതിനെ ഒന്ന് പരിഷ്കരിച്ച് വീടിന്റെ പേര് റോസസ് ആക്കി. അമ്മയോടാണ് ഏറെ ഇഷ്ടം? അമ്മയോടും ഫാദറിനോടെല്ലാം ഇഷ്ടം തന്നെ. അമ്മയോട് കൂടുതൽ ഇഷ്ടമുണ്ട്. മക്കളുടെ പേരും അങ്ങനെ തന്നെയാണ്. മക്കളെ പേരിന്റെ കൂടെ എൻ്റെ പേര് കൂട്ടിയില്ല. മക്കളെ ഭർത്താക്കന്മാരുടെ പേരും കൂട്ടുന്നില്ല. ഭാര്യയുടെ പേരിന്റെ കൂടെ എൻ്റെ പേര് കൂട്ടിയില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട്? അത് വേണ്ട. ഓരോരുത്തരും ഓരോ വ്യക്തി എന്ന വ്യക്തിത്വം നിലനിൽക്കണമെന്നുള്ളതാണ് താങ്കൾ. മക്കൾക്കെല്ലാം പേരിട്ടപ്പോൾ മൂത്ത മകൾ ആശ റോസ് അമ്മയുടെ നാമം. രണ്ടാമത്തെ മകള് അഞ്ചു റോസ്. ഒരു പുരുഷ മേധാവിത്വം ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? എനിക്ക് അമ്മയോട് കൂടുതൽ, അമ്മയുടെ സഹനം, സ്നേഹം, വീട്ടുകാരോട്, മക്കളോട്, അയൽവാസികളോട്, ബന്ധുമിത്രാദികളോടെല്ലാം ഏറ്റവും നല്ല പെരുമാറ്റം. രോഗശൈലിയിലും അമ്മയാണ്. എൻ്റെ അമ്മ മാത്രമല്ല, അമ്മമാരാണ്. ഞാനും ഭാര്യയും തമ്മിൽ കമ്പയർ ചെയ്താൽ ഭാര്യയാണ് നന്നായിട്ട് പെരുമാറുന്നത്. 14ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 14ാമത്തെ വീട്ടിൽ താമസിക്കുന്നത്. 10 വീട് വാടക വീടായിരുന്നു, 4 വീട് സ്വന്തം വീട്. അതെന്താണ് ഈ 10 വാടക വീട്? ഓക്കെ, 4 വീട് സ്വന്തം മാറുന്നത്? 3 വീട് ഞാൻ രാഷ്ട്രീയമൊക്കെ ആയിട്ട് വന്ന് കടമൊക്കെ വന്നപ്പോൾ 3 വീട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. തലശ്ശേരിയില്, കണ്ണൂര്, ഇട്ടി തന്നെ ഒരു വീട്. 4ാമത്തെ വീട്ടിലാണ് സ്വന്തം വീട് എന്നുള്ളത്. 4ാമത്തെ വീട്ടിലാണ് 14 വീടുകളിൽ. അപ്പൊ ഞാൻ 14 സ്ഥലത്ത് താമസിക്കും. ഭാര്യയോട് തമാശ പറയില്ല, ഈ 14 സ്ഥലത്തും വാർഡ് ഇലക്ഷൻ നിന്നാൽ താൻ ജയിക്കും. ഞാൻ തിളപ്പിച്ച് ചിലപ്പോൾ ജയിക്കുകയല്ല. അത്ര നല്ല ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് അമ്മയുടേതായിരുന്നു, ഭാര്യയുടേതാണ്. അതുകൊണ്ട് ആ പേരുകൾ അങ്ങനെ. പെൺകുട്ടികൾ 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് ഒരു സ്ത്രീപക്ഷ മനോഭാവം ഉണ്ടാകാൻ കാരണം. അല്ലെങ്കിൽ തന്നെ എന്തോ അങ്ങനെയാണ് അമ്മയോട്. അമ്മയുടെ ഓർമ്മകൾ ഇത്രയേറെ സ്വാധീനിക്കാനുള്ള കാരണം എന്താണ്? പെരുമാറ്റം മാത്രം പോരല്ലോ. മൂത്ത മകനാണ്. മൂത്ത മകനാണ്. എത്ര മക്കളാണ്? 9 മക്കളിൽ മൂത്തയാളാണ്. 9 മക്കളിൽ മൂത്തയാളാണ്. അന്നത്തെ ഒരു കർഷക കുടുംബത്തിന്റെ അമ്മ. ഗൃഹനാഥ എത്രയോ അതിൻ്റെ അകത്ത് സഹനം, ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ നല്ല ഘടകമാണ്. അച്ഛന്റെ പേര് ജോസഫ്. റോസസ്. റോസസ് എന്നാണോ? റോസസ്. റോസസ് എന്നാണോ അമ്മയുടെ പേര്? അമ്മയുടെ പേര് റോസക്കുട്ടി. പരിഷ്കരിച്ചിട്ട് റോസസ്. വീട്ടിന്റെ പേര്, കുട്ടികളുടെ പേരിന്റെ കൂടെ ആഷ റോസ്, 5 റോസ്. താങ്കൾ ശരിക്കും എവിടെയാണ് ജനിച്ചത്? തൊടുപുഴ എവിടെയായിട്ടാണ് ശരിക്കും? മൈലക്കൊമ്പ് എന്ന് പറയുന്നത്. മയലക്കൊമ്പ്. അവിടെയാണോ 9 മക്കളും ജനിച്ചത്? അല്ല, ഞങ്ങള് ഇടയ്ക്കും കൂടെ
എത്രാമത്തെ ആള് ജനിച്ചപ്പോഴേ ഇങ്ങോട്ട് വരുന്നത്? 5 ആള് ജനിച്ചു. 5 ആള് ജനിച്ചപ്പോ. താങ്കളുടെ ജനനം നടക്കുമ്പോൾ മാതാപിതാക്കളൊക്കെ എന്താണ് തൊഴിൽ ചെയ്തത്? കൃഷി തന്നെ. എന്താണ് പ്രധാനപ്പെട്ട കൃഷി? കൃഷി അവിടെ ഞങ്ങൾക്ക് അവിടെ നല്ല കൃഷിക്കാരായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ഒന്നിച്ചാ വന്നത്. നെൽകൃഷി, നാളികേര കൃഷി, ഇതാണ്. നാളികേരം ഒരുപാടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുടിയേറുമ്പോൾ താങ്കൾക്ക് എത്രയും വയസ്സ്? 10 വയസ്സ്. 10 വയസ്സ്. അതിന്റെ താഴെ 5 പേര്, 4 പേര്. അപ്പൊ ഈ 2 വയസ്സ് വ്യത്യാസത്തിലാണ് ഓരോരുത്തരും. 1.5 വയസ്സ് ചിലപ്പോൾ ഒരു വയസ്സല്ല. എന്തുകൊണ്ടാണ് അവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഇങ്ങോട്ട് കുടിയേറുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ? എൻ്റെ ഗ്രാൻഡ് ഫാദർ 27 വർഷം അന്നത്തെ ഫൊറോന പള്ളിയിലെ ഒറ്റ കൈക്കാരനാണ്, കണ്ടിന്യൂസ് കൈക്കാരൻ. 1/4 നൂറ്റാണ്ട് കാലം. അപ്പോൾ കൃഷിയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു. പിന്നെ വന്നത് അന്നൊരു റേഷൻ കട നടത്തി പുള്ളി. വളരെ ഈ കൃഷി നേടിയ ആ അഭിവൃദ്ധി നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? പുള്ളി പൊതുപ്രവർത്തനത്തിന് പോയി. രാവിലെ ഇറങ്ങി പള്ളിയിലേക്ക് പോയാൽ വരുന്നത് വൈകുന്നേരം. കൃഷി ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ വന്നു. അപ്പോൾ ചെറിയ കടബാധ്യതകളൊക്കെ വന്നപ്പം അന്നത്തെ നിലയ്ക്ക് അത്രയും അന്ന് 25,000 രൂപയുടെ സ്ഥലം വിറ്റ് ഇവിടെ വന്നായിരുന്നു. എവിടെയാണ് ശരിക്കും മലബാറിൽ എവിടെയാ വന്ന് കുടിയേറുന്നത്? പുറവയിൽ, ഉളിക്കൽ. ഉളിക്കൽ പുറവയിൽ. അന്ന് ആരൊക്കെയാ കൂടെ വരുന്നത്? നിങ്ങൾ എത്ര പേരാ വരുന്നത്? ഞങ്ങളെല്ലാവരും. ഗ്രാൻഡ് ഫാദറിന്റെ ഫാമിലി. ഏത് ഇയർ ആയിരുന്നു അത്? 62. എങ്ങനെയായിരുന്നു ആ യാത്ര? അത് വലിയ രസകരമായ യാത്രയാണ്. കാരണം ഇന്നത്തെ സണ്ണി ജോസഫിനെ എല്ലാവർക്കും ഞങ്ങൾ വരുമ്പോൾ വലിയ ഫാമിലി ആയതുകൊണ്ടും സാമാന്യേന സാമ്പത്തിക സ്ഥിതിയുള്ള ഫാമിലി ആയതുകൊണ്ടും ഞങ്ങളൊരു വാനിൽ ഫാമിലി മെമ്പേഴ്സ് അല്ല. എത്ര പേര്? ഈ പറഞ്ഞ എല്ലാവരും. ഞാൻ കൃത്യം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ അത് ഇമ്മറ്റീരിയൽ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ലോറിയിൽ നിറയെ സാധനം, വീട്ടു സാധനം. ആ ലോറിയുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ഈ പുൽത്തൈലം വാറ്റുന്ന അതിനെന്താ പറയുക, അതിൻ്റെ വാറ്റ് ചെമ്പ്, അത് ലോറിയുടെ മുകളിൽ വെച്ചിരിക്കുക. ലോറിയുടെ മുകളിൽ വെച്ച് വലിയൊരു ലോറി പിടിച്ച് കൊണ്ടുവരാൻ മാത്രം മെറ്റീരിയൽസ് ഉണ്ട്. അത്രയും വീട്ടിൽ വലിയ വീട്ടുകാർ തന്നെയാണ്. വലിയ വീട്ടുകാർ. തറവാട്ട് പേരെന്താന്ന്? വടക്കേക്കുന്നിൽ കുടുംബം. അപ്പൊ ഞങ്ങൾ കുട്ടികളെല്ലാം ഈ വാനിന്റെ പുറകിലാണ് ഞങ്ങൾക്ക് സീറ്റ്. അപ്പോൾ രാത്രി പുറപ്പെട്ട് നേരം വെളുത്ത് ഫറൂഖിൽ വന്നപ്പോൾ ഫറൂഖ് പാലം, 2 പാലം ഉണ്ടല്ലോ, റെയിൽവേ പാലം, അത് ഇങ്ങനെ മൂടിക്കെട്ടിയ പാലം. ഇരിട്ടിപ്പാലം ഞങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. കാരണം അമ്മ വീട്ടുകാർ നേരത്തെ ഇരിട്ടിയിൽ വന്ന 2-3 വർഷം മുൻപ് അവർ അങ്ങാടിക്കടവിൽ വന്ന. അപ്പോൾ അതുകൊണ്ട് ഇരിട്ടിപ്പാലം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ വരവിലെ ഇരിട്ടിപ്പാലമാണ്. ഫറൂഖ് പാലം അന്ന് കണ്ടു. ഫറൂഖ് പാലം, ഇരിട്ടിപ്പാലമാണ് ഞങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും എത്ര മണിക്കൂർ ജേണി ആയിരുന്നു അന്നത്തേക്ക്? അതൊരു രാത്രിയും നേരം വെളുത്തിട്ടും ജേണിയായിരുന്നു. റോഡ് നല്ലതല്ല. അപ്പൊ ആ 10 വയസ്സുവരെ ഓടിക്കളിച്ച ഒരു നാട്ടിൽ നിന്ന് ഒരു പറിച്ചു നടൽ, അത് മനസ്സിലുണ്ടാക്കാൻ ഒത്തിരി സുഹൃത്തുക്കള്, പള്ളി. ഏറ്റവും വന്നത് എൻ്റെ ടീച്ചർ, ക്ലാസ് ടീച്ചർ, ആ ടീച്ചർ ഒരു കാർഡിലെ ഒരു കത്ത് എനിക്ക് വന്നു. ഞാൻ ഏറ്റവും അന്ന് LP ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന, പലപ്പോഴും സമ്മാനം കിട്ടുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമുള്ളത്. ആ ടീച്ചറുടെ ഒരു കാർഡ് എനിക്ക് കിട്ടുകയാണ്. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം 10 പൈസ കാർഡ്, ഒരു പോസ്റ്റ് കാർഡ്. 10 പൈസയൊന്നുമില്ല, വലിയ മൂല്യമുള്ള പൈസയാണ്. അത് ഞാൻ കുറേ നാള്. എന്താണ് അതിനകത്തുണ്ടായിരുന്നത്? എനിക്കിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് വലിയൊരു നിധിയായിട്ട് ഞാൻ കുറച്ച് നാൾ. ആ സിസ്റ്റർ പിന്നെ, ആ ടീച്ചർ പിന്നെ കന്യാസ്ത്രീയായി മദറായി മരിച്ചപ്പോൾ എനിക്ക് വാർത്ത കിട്ടി. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വാഴക്കൻ എന്ന MLA ആണ്. വാഴക്കനോട് എനിക്ക് വേണ്ടി ഒന്ന് പോകാൻ പറഞ്ഞു. ഈ അവിടുന്ന് അവിടെ പഠിച്ചിരുന്ന LP സ്കൂളിൽ, ആ സ്കൂളിന്റെ പേരെന്തായിരുന്നു? സെന്റ് തോമസ് LPS മൈലക്കൊമ്പ്. ആ മൈലക്കൊമ്പിലെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കൃഷിപ്പണിക്ക് അന്നും പോയി കാണാനൊക്കെ ഞാറ് എറിഞ്ഞു കൊടുക്കാൻ. അതായത് വയലിൽ ഞാറ് നടുമ്പം കുട്ടികളത് തല്ലി അത് വൃത്തിയാക്കിയിട്ട് മുതിർന്നവരത് മുറിച്ച് കഴിഞ്ഞാൽ അത് ഞാറ് കിടന്ന ലേഡീസിന് അത് എറിഞ്ഞു കൊടുക്കണം. അവരിങ്ങനെ ഞാറ് നട്ട് പുറത്തേക്ക് വരുമ്പോൾ, പുറകിലേക്ക് വരുമ്പോൾ അതനുസരിച്ച് അത് പ്ലേസ് ചെയ്ത് കൊടുക്കണം. അത് രസകരമായ കാര്യമാണ്. പിന്നെ നെല്ല് കൊയ്താൽ മെതിക്കാൻ കൂടും. ഈ 10 വയസ്സുകാരൻ തേങ്ങ വറക്കി കൂട്ടാൻ കൂടും. അന്നും സജീവമാണ്. എനിക്ക് അത് മൂത്ത ആളായതുകൊണ്ട് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ വീട്ടുകാരുടെ ഒരു പെറ്റാണ്. ഈ ബാക്കി 4 പേരെ എങ്ങനെ കൊണ്ടുവരുന്ന ആ സമയത്ത്? നല്ല ലോഹിത്തിൽ തന്നെയാണ്. ഈ 8 മക്കൾ, 9 പേരല്ലേ? എത്രയാണ്? എത്ര പെണ്ണ്? 6 ആണുങ്ങളും 3 പെണ്ണ്. പേരൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
പേരൊന്നും പറഞ്ഞ സമയങ്ങളുണ്ടോ? 9 പേര്. 9 പേര്. നല്ല പേരുകളൊക്കെ എന്നെക്കാളും നല്ല പേരുകളാണ്. താങ്കള് വക്കീലായതുകൊണ്ടാണ് അനാവശ്യമായ ഒരു ആൻസറും ക്യാപ്സ്യൂൾ ആയിട്ടുള്ള സാധനം അവിടുന്ന് വന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഈ സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുന്നു. പേരൻസിന് ഗ്രാൻഡ് ഫാദറിന് അന്ന് ഞങ്ങൾ അവിടെ വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അത്രയും പൈസയൊക്കെ ആയിട്ട് വന്നപ്പോൾ കൂടുതൽ സ്ഥലം മേടിക്കാം. പക്ഷേ പള്ളി വേണം, മെയിൻ പോയിന്റ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ റോഡ് വേണം, സാമാന്യം നല്ല വീട് വേണം. അന്ന് തന്നെ 2 നില വീടാണ് മേടിച്ചത്. അന്ന് 25,000 രൂപ കൊണ്ടാണ് വന്നത്. 25,000 രൂപയായിട്ട് 62 വന്നു. 2 നില വീട് അന്ന് മേടിച്ചു, പുറവയൽ എന്ന് പറഞ്ഞ. എന്നിട്ട് എങ്ങനെയായിരുന്നു പള്ളിയുടെ അടുത്ത്? പിന്നെ കൃഷിയൊക്കെയാണ്. അതിലൊന്നും വലിയ അഭിവൃദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് കാർഷിക മേഖലയിൽ. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയൊക്കെ ഫാദറൊക്കെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒരു നന്മ, 8 മക്കൾ ജനിക്കുന്നിടം വരെ അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ആ വീട്ടിൽ. ദോ ഹി വാസ് ദി എൽഡസ്റ്റ്, മൂത്തയാളാണ് എൻ്റെ ചാച്ചൻ. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു ആ വീട്ടിൽ? 9 പേരുണ്ട്. 9? നിങ്ങളുടെ കുടുംബത്തിൽ 9, 11 പേര്. ഓ, ആ 11 പേരും അവരുടെ മക്കളുണ്ട്. അപ്പൊ എത്ര പേരുണ്ട് ഫാമിലി? പിന്നെ അതിൽ ലേഡീസ് ആയിട്ടുള്ളവരൊക്കെ കല്യാണം കഴിച്ചു പോയി. അനിയന്മാർ ചെറുപ്പമാണ്, 2 അനിയന്മാർ. പക്ഷേ എൻ്റെ അമ്മയുടെ നന്മ ഏതാണ്, അവരുടെ കൂടെ ഇൻലോസ്, ഫാദറിലോ മദറിലോയുടെ കൂടെ 8 മക്കൾ ഉണ്ടാകുന്നത് വരെ ഒരുമിച്ച് ജീവിച്ചു. 4ാം ക്ലാസ് LP അവിടെ തീർത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഉളിക്കൽ 5 ചേർന്നു. 5ാം ക്ലാസ്സിൽ ഉളിക്കൽ ഏതാ സ്കൂൾ? അത് ശരിക്കും വയത്തൂർ UP സ്കൂൾ. വയത്തൂർ UP സ്കൂൾ. എങ്ങനെയാണ് 5ാം ക്ലാസ് പോലുള്ള പഠനകാലം? അപ്പൊ നടന്നു വരണം പുറവയിൽ നിന്ന് ഉളിക്കൽ വരെ. എത്ര കിലോമീറ്റർ ആണ്? 3-3.5 കിലോമീറ്റർ രാവിലെ എഴുന്നേറ്റ്. അപ്പൊ അതൊന്നൊരു പ്രയാസം ഒരിക്കലും തോന്നില്ല. എത്ര പേരുണ്ട് അവിടെ നിന്ന് സംഘമായിട്ട് വരാൻ? കുറച്ച് പേരുണ്ട്. അനിയൻ വരുന്നുണ്ട്, അങ്ങനെ കൂട്ടത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. എങ്ങനെയുണ്ടാവുക യാത്രയല്ല? ഈ 3 കിലോമീറ്റർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഉളിക്കൽ സ്കൂളിൽ നല്ല അധ്യാപകരുള്ള, എന്നെ ടച്ച് ചെയ്തിട്ടുള്ള അധ്യാപകരുള്ള. എത്രാം ക്ലാസ് വരെയാണ് ഉളിക്കൽ സ്കൂൾ? 7ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അന്ന് ഇവിടെ ഒന്നും ഹൈസ്കൂളില്ല. എവിടെയാണ് ഹൈസ്കൂൾ? എടൂർ ഹൈസ്കൂളിൽ. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്? വീട്ടിൽ നിന്നാകുമ്പോൾ ഒരു 12-14 കിലോമീറ്റർ. എങ്ങനെയാണ് യാത്ര? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നെ ഹൈസ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോ അമ്മ വീട്ടിലായി. അമ്മ വീട് എവിടെയാണ്? അമ്മ വീട് അയ്യങ്കുന്ന് വാണിയപ്പാറ, അങ്ങാടിക്കടവും കഴിഞ്ഞ് അവിടെ നിന്നായാലും 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ. അതെങ്ങനെയാ നടത്താൻ? അതിന്റെ ഒരു പ്രത്യേകത പറയുമ്പോ, എന്റെ അമ്മയുടെ അമ്മ മരണപ്പെട്ടു പോയി നേരത്തെ. അമ്മയുടെ അമ്മ ഇല്ലാത്ത അമ്മ വീട്ടിലാണ് അമ്മായി, അച്ചായിമാര്, അമ്മമാരെ എല്ലിപ്പിച്ച്, എൻ്റെ അമ്മയുടെ ദാസൻ, എന്നെ വിളിക്കുന്നത് അപ്പിച്ചി. അവരെല്ലാം എന്നെ അവരെക്കാളും, അമ്മയുള്ളതിനേക്കാളും എൻ്റെ അമ്മ നോക്കുന്നതിനേക്കാളും എന്നെ അത്ര സ്നേഹിച്ചു. അതിലൊരൊറ്റ പ്രശ്നം എനിക്ക് തോന്നിയത്, എന്നെ ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. ചെറുപ്പത്തിലൊന്നും എന്നെ ആരും ശാസിച്ചിട്ടില്ല. അത്ര അച്ചടക്കമുള്ള, എനിക്കറിയില്ല എന്താണെന്നറിയില്ല, അത്ര അച്ചടക്കമുള്ള ഒരാള് രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നത് വലിയ അത്ഭുതം തന്നെ. കാരണം കുറച്ച് കുരുത്തം കെട്ട ആളുകളൊരിക്കലും ശാസിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ 10ാം ക്ലാസ് വരെ എടൂര്. ഈ 9ാം ക്ലാസ് കഴിഞ്ഞപ്പം 10ൽ എന്നെ കിളിയന്ത്ര ചേർത്തു. അതുകൊണ്ട് അങ്ങനെ മാറ്റാൻ കിളിയന്ത്ര ഒന്ന് പുതിയ സ്കൂളാണ്. അപ്പൊ കുറച്ചുകൂടി നല്ല റിസൾട്ട് ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ ദൂരം കുറവാണ്. ഈ വാണിയപ്പാറന്നാലും ഇപ്പൊ കിളിയന്ത്ര ചേർത്തപ്പോൾ ഞാൻ എടൂരുള്ള ഒരു പ്രത്യേകത, എടൂർ പോകുമ്പം തിങ്കളാഴ്ച രാവിലെ, വെള്ളിയാഴ്ച സ്കൂൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടൂരിന്ന് മാടത്തിൽ, കോളിക്കടവ്, വെളമന, നെല്ലിക്കാമ്പൊയിൽ, ഉളിക്കൽ, പുറവയൽ വീട്ടിലേക്ക് 10 കിലോമീറ്റർ നടക്കും. തിങ്കളാഴ്ച രാവിലെ ഒരു 6 മണി 7 മണിക്ക് ഇതേപോലെ അങ്ങോട്ട് 10 മൈൽ നടക്കും. 10 മൈൽ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ. അതിൽ എനിക്കൊരിക്കലും ക്ഷീണമോ വിഷമോ, ഞാൻ എൻ്റെ കൂടെ വേറെ കൂട്ടുകാരുണ്ടാവും, ഇങ്ങനെ പറഞ്ഞ് നല്ല രസകരമായിട്ടൊക്കെ പോകും. ഈ 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിനിടയിൽ, അതിനിടയ്ക്ക് 10ൽ കിളിയന്ത്ര ചേർക്കും. ഈ 10ാം ക്ലാസ് വരെയുള്ള ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്? 10ാം ക്ലാസ് വരെ നമുക്ക് ചില നല്ല ഓർമ്മകൾ ഉണ്ടാവില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാകാം. ഞാനങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലില്ല. ഞാൻ പഠിച്ച എടൂർ സ്കൂളിലോ കിളിയന്ത്ര സ്കൂളിലോ വിദ്യാർത്ഥി സംഘടനകളില്ല. സങ്കടകരമായ മുഹൂർത്തങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ഈ 10 വർഷം? ഒരിക്കലും ഇല്ല. അന്ന് ഈ പ്രാർത്ഥനയും ഞാൻ പള്ളിയിൽ, ഞങ്ങളെ വീട്ടിലെല്ലാവരും ബോയ്സ് എല്ലാവരും അൾത്താര ബാലന്മാരായിരുന്നു. 6 പേരും പള്ളിയിൽ അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു, നല്ല കോണ്ടാക്ട്, നല്ല വിശ്വാസിയായിരുന്നു. അപ്പോൾ എനിക്ക് സൺഡേ സ്കൂളിലെ പരീക്ഷകൾക്കാണെങ്കിലും എനിക്ക് എല്ലാ പരീക്ഷകൾക്കും ആദ്യത്തെ സ്റ്റേജിലൊക്കെ എനിക്കെല്ലാം ഫസ്റ്റ് പ്രൈസ് ആയി. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ കോളേജില്ലല്ലോ. എവിടെയാണ്? കോളേജിൽ, തൊടുപുഴ ന്യൂമാൻ കോളേജിലേക്ക് പോയി. നാട്ടിലേക്ക് തിരിച്ച് അങ്ങോട്ട് വണ്ടി കയറി. ന്യൂമാൻ കോളേജിൽ ഗ്രാൻഡ് ഫാദർ എന്നെ കൊണ്ടുവിടുന്നത്. ഗ്രാൻഡ് ഫാദർ കൂട്ടിയിട്ട് കൊണ്ടു. ഗ്രാൻഡ് ഫാദർ അന്നത്തെ ഒരു പൗരപ്രമുഖനായിരുന്നു പറഞ്ഞു.
അപ്പൊ പ്രീ ഡിഗ്രിക്കാണ് അവിടെ പോയി ചേരുന്നത്. പ്രീ ഡിഗ്രിക്ക്. ഏതാ വിഷയം എടുത്തത്? എങ്ങനെയാണ്? എൻ്റെ വിഷയം ഇപ്പൊ ഇല്ലാത്ത വിഷയമാണ്. എൻ്റെ വിഷയം ഫോർത്ത് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പല്ലേ എല്ലാവരും പ്രിഫർ ചെയ്യുക. ഫോർത്ത് ഗ്രൂപ്പിന്റെ പ്രത്യേകത അതിന് ഇംഗ്ലീഷുണ്ട് മെയിനാ. ലോജിക് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ലോജിക്ക് സാധാരണ രീതിയിൽ അച്ഛന്മാർ പഠിക്കുന്നതാണ് ലോജിക്ക്. ലോജിക്ക് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തർക്കശാസ്ത്രം. അപ്പോൾ അന്ന് ന്യൂമാൻ കോളേജിൽ നിന്ന് പഠിച്ച ലോജിക്കിൻ്റെ ഡെഫിനേഷൻ ഇപ്പോഴും എനിക്കറിയാം. ലോജിക് ഈസ് ദ സയൻസ് ദറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ കറക്റ്റ് ആൻഡ് വാലിഡ് തിങ്കിങ്, or the science that leads the operation of human mind to the attainment of truth. The science that leads the operation of human mind to the attainment of truth. സത്യത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ നയിക്കുന്ന ചിന്തകളാണ്, നയിക്കുന്ന ഓപ്പറേഷനാണ് ലോജിക്ക്. അത് ഞാൻ 2 വർഷം തർക്കശാസ്ത്രം. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മിക്കവാറും ആർഗ്യൂ ചെയ്യുന്നിടത്ത് അത് പൊളിറ്റിക്സ് ആയാലും കോടതിയിലാണെങ്കിലും അത് ആസ് ഫാർ ആസ് പോസിബിൾ ലോജിക്കലാകാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലോജിക്ക് നല്ല സബ്ജക്റ്റാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ സത്യത്തിൽ ആ കാലത്ത് അങ്ങനെ ഒത്തിരി ആളത് എടുക്കാറില്ല. അത് ചുരുങ്ങിയ കുട്ടികൾക്ക് ഈ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് അന്ന് ആ സബ്ജക്ട് ഇംഗ്ലീഷിനോട് താല്പര്യമായിരുന്നു, അങ്ങനെ എടുത്തതാണ്. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം സത്യത്തിൽ എന്നെ കോളേജിൽ തുടർന്ന് വിടാൻ വീട്ടുകാർക്ക് സാമ്പത്തിക സ്ഥിതിയില്ല. അപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ക്ഷണിച്ചു. കാരണം ഫാദറും മദറൊക്കെ സെപ്പറേറ്റഡായി, ഇൻകം കുറവ്, കൃഷിസ്ഥലം കുറവ്. അപ്പം ഞാൻ കോളേജിൽ നിന്ന് ചേരാതെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം പ്രീ ഡിഗ്രി ഘട്ടത്തിലാണ് ഞാൻ വിദ്യാർത്ഥി രംഗത്തേക്ക് വരുന്നത്. തൊടുപുഴയിലാണ് വരുന്നത്. അവിടെ സംഘടനയിലും വന്നില്ല. വിദ്യാർത്ഥികളുടെ സമരങ്ങൾ, ആ സമരങ്ങളിൽ ഞാൻ പോയി നിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം ഒരു സംഘടനയില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി സമരം സിന്ദാബാദ്, ബസ് കൺസെഷൻ, ഫീസ് ഏകീകരണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം, അടുത്തടുത്ത സ്കൂളുകളിലെ ചിലപ്പോൾ സസ്പെൻഷൻ, ഡിസ്മിസൽ, അതിനെതിരെയുള്ള സമരം, അതിനൊക്കെ കയറി ഞാൻ മുദ്രാവാക്യം വിളിച്ചപ്പം ഞാൻ പ്രീ ഡിഗ്രി പയ്യനല്ലേ, സീനിയർ സ്റ്റുഡൻസിനോട് പറഞ്ഞു, എടാ നിനക്ക് ഭാവിയുണ്ട്, ചീത്തവിളിയൊക്കെ മുദ്രാവാക്യമുണ്ട്, മാനേജ്മെന്റിനെതിരെ ചീത്തവിളി കല്ലിറക്കിയിട്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ ചെറുപ്പമാണ്, ഉയരം കുറവ്, തടി കുറവാണെങ്കിലും എൻ്റെ മുദ്രാവാക്യത്തിലെ ആത്മാർത്ഥതയും ആവേശം കണ്ടു നിനക്ക് ഭാവിയുണ്ട് എന്ന് എന്നോട് ഒരു അന്ന് കേട്ടി മാറ്റി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സീനിയർ ഫ്രണ്ടുണ്ട്. പുള്ളി എന്നെ പറഞ്ഞ് ചായയൊക്കെ മേടിച്ചത് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പിന്നെ കോളേജ്, അപ്പോൾ എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് കോളേജ് ചേരേണ്ട ഒരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല, ചേർക്കാനുള്ള കപ്പാസിറ്റി വീട്ടിലില്ല ഇല്ലെന്നുള്ള. പക്ഷെ ഞാനവിടെ ചെന്ന് കോളേജിലെ കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇനി ചേരുന്നില്ല. നീ കോളേജ് പഠിക്കണം, നീ ഡിഗ്രിക്ക് ചേരണം എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് എന്നെ കോളേജ് ചേർക്കും. കൂട്ടുകാരാണ് കോളേജ് തന്നെ. പക്ഷെ അവരൊന്നും വിചാരിച്ച പോലെ പൈസയൊന്നും തരാൻ അവർക്ക് പറ്റില്ല. ചേർത്തു. അപ്പോൾ ചെറിയ പൈസയൊക്കെ എനിക്ക് തരും, ചിലപ്പോൾ ചോറ് വാങ്ങിത്തരും വീട്ടിൽ നിന്ന് അത്ര. എന്നാൽ വീട്ടുകാരെന്താ വെച്ചാൽ എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്ന ചാച്ചനും അമ്മയാണ്. ചാച്ചനെ വിളിക്കുന്ന അപ്പിച്ചി, അമ്മയെ വിളിക്കുന്ന അമ്മിഞ്ഞി. അവർ രണ്ടാളും അത് വളരെ അങ്ങേറ്റം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നെല്ല് വിറ്റാൽ കിട്ടുന്ന പൈസയേക്കാൾ ആ നെല്ല് കുത്തി ഉണങ്ങി അരിയാക്കി വിറ്റാൽ പൈസ കിട്ടുന്നെങ്കിൽ അതിന് വാല്യൂ ആണെന്ന് ഇപ്പോൾ പറയാം. അത് എൻ്റെ അമ്മ ചെയ്യും, ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, എല്ലാ മക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി. അപ്പം ഞാൻ എന്തായാലും ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ ഡിഗ്രി ഏതാ എടുത്തതെന്ന്? ഡിഗ്രി എക്കണോമിക്സും ഹിസ്റ്ററിയും ഉള്ള, പോളിറ്റിക്സും ഉള്ള. അത് കഴിഞ്ഞ് അതിലെനിക്കൊരു ഒരു വിദ്യാർത്ഥി ഇതുകൊണ്ട് എപ്പോഴത്തേക്കും ഞാൻ സജീവമായി KSU ആയി. മാനേജ്മെന്റുകൾക്കെതിരെയായിരുന്നു സമരത്തിലൊക്കെ, അതുകൊണ്ടാണ് KSU ആയി. അപ്പൊ ഇലക്ഷൻ ലീഡർഷിപ്പിൽ കൂടെയുള്ളത് അവിടെ KSUവിന്റെ എന്നൊക്കെ ചേർക്കാൻ വരുന്ന ജോസ് കുറ്റ്യാനി DCC, മരിച്ചുപോയ ജോസ് സെബാസ്റ്റ്യനുണ്ട്, EM അവസ്ഥയുണ്ട്, ഇടുക്കി DC പ്രസിഡന്റ് MLA ആയിരുന്നു. അവരൊക്കെ ചേർന്ന സുലൈമാൻ റാവുത്തർ, ഇവരൊക്കെയാണ്. ഏതായാലും കോളേജിൽ നിന്ന് ഞാൻ ഒറ്റക്കാരും, സമയം കുറവ്, അവസാനത്തെ പരീക്ഷയാണ് പൊളിറ്റിക്സ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റുഡൻറ്റ് ലീഡറായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് ക്ലാസ്സിൽ കയറുന്നില്ല. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞു, പിറ്റേ ദിവസത്തെ പരീക്ഷ, ലാസ്റ്റ് പരീക്ഷ, കുത്തിയിരുന്ന് പഠിക്കുക. അമ്മ പറയുന്നുണ്ട്, മോനെ
പരീക്ഷയ്ക്ക് തോറ്റാൽ ഒരു കൊല്ലം പോകുന്നു അമ്മ പറയുന്നത് മനസ്സിലുണ്ട്. നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ധാരണയുണ്ട്. അപ്പോൾ എനിക്ക് പുസ്തകമില്ല. ഞാൻ പൊളിറ്റിക്സിൻ്റെ പ്രൊഫസർ കൊട്ടാര സാർ ഈയിടെ മരിച്ചുപോയി. കൊട്ടാര സാറിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുറിയിലേക്ക് ഇരുന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വിദ്യാർത്ഥി സംഘടനാ രംഗത്തുള്ളതുകൊണ്ട് എന്നോട് താല്പര്യമുണ്ട്. ആ സാറിനെ കണ്ട ഞാൻ കതർ ധരിക്കാൻ തുടങ്ങി. എന്താണെന്ന് ചോദിച്ചു. സാറേ എനിക്ക് സാറിൻ്റെ പുസ്തകം വേണം. എന്തിനാന്ന് ചോദിച്ചു. നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനാണ്. നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനാണ്. ഇന്നോളൂ. ഇന്ന് തനിക്കെന്നെ കൈപ്പുസ്തകമായിരിക്കും. അല്ല തനിക്കെന്നെ പുസ്തകം ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടില്ല, എനിക്ക് വീട്ടിൽ നിന്ന് പൈസ തന്നിട്ടില്ല. ഗൈഡില്ലെന്ന് ചോദിച്ചു എന്നോട്. ഗൈഡും ഇല്ല, കാരണം എനിക്ക് പൈസ ഇല്ലായിരുന്നു. നോട്ടില്ലേന്ന് ചോദിച്ചു. നോട്ട് എഴുതി. അപ്പം ഞാൻ അങ്ങോട്ട് നോട്ട് എഴുതാൻ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്ന് സാറിന് അറിയാലോ. അപ്പോൾ എനിക്ക് എൻ്റെ പുസ്തകം തനിക്ക് തന്നാൽ ഞാൻ ജയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ജയിക്കുന്നു. അത്ര കോൺഫിഡൻസ് ആണ്. അത് ഞാൻ ജയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം അപ്പാതിരയുടെ എലമെൻറ്റ്സ് ഓഫ് പോളിറ്റിക്സ്, ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഓർക്കുകയാണ്. അപ്പാതിരയുടെ എലമെൻറ്റ്സ് ഓഫ് പോളിറ്റിക്സ് എന്ന പുസ്തകം എനിക്ക് എടുത്തു തന്നു. അത് ഞാൻ കൊണ്ടുവന്നിട്ട് 3 കൊല്ലത്തെ ആൻസർ പേപ്പർ എടുത്തു, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. അന്ന് എസ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പകുതി ഭാഗത്തുനിന്ന് 6 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 10ൽ 6 എഴുതിയാൽ മതി. പകുതി ഭാഗം, ആദ്യത്തെ പകുതി ഭാഗം ഞാൻ രാത്രി ഇരുന്നങ്ങ് വായിച്ച് നോട്ട് എഴുതി. അപ്പോഴാണ് പൊളിറ്റിക്സിൻ്റെ ഡെഫിനിഷൻ ആ പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ ക്ലാസ്സിൽ നിന്നല്ല പഠിച്ചത്. ആ പുസ്തകത്തിൽ നിന്ന് പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയാണ് പൊളിറ്റിക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്. പൊളിറ്റിക്കൽ സയൻസ് അക്കോർഡിംഗ് ടു പ്രൊഫസർ ഗെറ്റൽ, പൊളിറ്റിക്കൽ സയൻസ് is a historical investigation of what the state has been, an analytical study of what the state is, and a politico-ethical discussion of what the state shall be. ഓർമ്മ വെക്കുക പറഞ്ഞാൽ തന്നെ തർക്കശാസ്ത്രം, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചില്ലേ? പൊളിറ്റിക്സ് പഠിച്ചു. പൊളിറ്റിക്സ് ഒറ്റ കാര്യത്തിലോട്ട് പഠിച്ചു. പൊളിറ്റിക്സിന്റെ ഡെഫിനിഷൻ, ആ ഡെഫിനിഷനാണ് ഞാൻ പൊളിറ്റിക്സിൽ. അല്ല, ഡെഫിനിഷൻ കൃത്യമായി മനസ്സിലാക്കിയാൽ പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വാട്ട് ദ സ്റ്റേറ്റ് ഹാസ് ബീൻ. രാജ്യം എന്തായിരുന്നു, ഇന്ത്യ, ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, an analytical study of what the state is and a politico-ethical discussion of what the state shall be. നാളെ രാഷ്ട്രം എന്തായിരിക്കണമെന്ന് രാഷ്ട്രമീമാംസയിലും ധാർമ്മികതയിലും ഊന്നി നിൽക്കുന്ന ഒരു ചർച്ചയാണ് രാഷ്ട്രീയം. അങ്ങനെ ഡിഗ്രി പൂർത്തിയായി. എല്ലാ പേപ്പറും കിട്ടി. എല്ലാ പേപ്പറിലും സെക്കൻഡ് ക്ലാസ്. ഈ ഒറ്റ പ്രാവശ്യം പഠിച്ചതിനും സെക്കൻഡ് ക്ലാസ്. എല്ലാത്തിനും. യെസ്, ഒറ്റ ദിവസം പഠിച്ച പൊളിറ്റിക്സിനും. ഡിഗ്രി എത്തുമ്പോഴേക്കും രസകരമാണ്. ഇങ്ങനെയൊക്കെ നിൽക്കാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ രൂപപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കും. പലപ്പോഴും പലരും പറയുന്ന കേൾക്കുന്നുണ്ട്, ബസ്സിന് കല്ലെറിഞ്ഞു, മുദ്രാവാക്യം വിളിച്ചും, കേസിൽ പ്രതിയായി, മടിപിടി ഉണ്ടാക്കിയാണ് രാഷ്ട്രീയ പ്രവർത്തകർ രൂപപ്പെടുന്നതെന്ന് സാമാന്യ ജനം എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയല്ല ഒരു രാഷ്ട്രീയ നേതാവ് രൂപപ്പെടുന്നത് എന്ന് കൃത്യമായി അച്ചടിച്ച് നമ്മളോട് പറയുക എന്ന് പറഞ്ഞാൽ കൃത്യമായി എണ്ണി പറയുകയാണ് സണ്ണി ജോസഫ്. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ എന്നോട് എന്താന്നുള്ളതിന് യാതൊരു ലക്ഷ്യമില്ല, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും. പഠനത്തിനൊന്നും വീട്ടിൽ സാഹചര്യമില്ല. അപ്പം ഞങ്ങളെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനും, ഭക്ഷ്യപ്രശ്നം തന്നെ വീട്ടിലുണ്ട്, പട്ടിണി തന്നെ ചെറുതായിട്ടുണ്ട്. ഞാനും എൻ്റെ അനുജൻ, ഇപ്പോൾ അവൻ തലശ്ശേരി താമസിക്കുന്ന ഗ്രാമീണ ബാങ്കിൻ്റെ റിട്ടയേർഡ് മാനേജർ ജോർജ് ജോസഫ്, ഭാര്യ ഡോളി ഡോക്ടർ. അവൻ്റെ വീട്ടിൽ മക്കൾ 2 പേര് ഡോക്ടർ, മരുമകൾ ഡോക്ടർ. ഈ 9 മക്കളും സെറ്റിൽഡാണ്. ഇവനും ഞാനും കൂടി കപ്പ കൃഷി തുടങ്ങി. കപ്പ കൃഷി. അപ്പം ഞങ്ങളുടെ പറമ്പിൽ കപ്പ കൃഷി ചെയ്യാൻ സ്ഥലം പോരാത്തതുകൊണ്ട് എൻ്റെ അമ്മയുടെ അനുജത്തി, ഇളയ അനിയത്തിയുണ്ട് ഇസ്ബല്ല, അവർക്ക് കല്യാണം ആലോചിച്ചത് ഞാനാണ്. കാരണം ഒരു പയ്യൻ ഇങ്ങനെ നന്നായി പോകുന്നതാണ്. അമ്മയുടെ അനുജത്തിക്ക് കല്യാണം ആലോചിച്ചത് ഞാനാണ്. കാരണം എനിക്ക് അവരോട് അത്ര ഇഷ്ടമാണ്. ഞാൻ അവരുടെ വീട്ടിൽ നിന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്, അമ്മയുടെ അനിയത്തി. അപ്പം നല്ലൊരു പയ്യനെ ഞാൻ സ്കൂളിൽ പോയിരുന്നത് അവിടെ വന്നിട്ടാണ്. എൻ്റെ മുമ്പിലന്ന് നടന്നു പോകുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുണ്ട്. എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ അമ്മയോടും ചാച്ചനോടും പറഞ്ഞു, നമുക്ക് കുഞ്ഞമ്മയ്ക്ക് ഇയാളെ കൊണ്ട് ആലോചിച്ചാലോ. നല്ല ആലോചന നടന്നു. അത് കഴിഞ്ഞ് കപ്പ കൃഷി ചെയ്തു. അപ്പം അവരെ പറമ്പിലാണ്, അവരെ എന്നോട് ലോഹിയായതുകൊണ്ട് അവരുടെ പറമ്പിലാണ് ഞങ്ങൾ കപ്പ കൃഷി ചെയ്തത്, ഞാനും എൻ്റെ അനുജനും. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ബാങ്ക് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, സണ്ണി ലോ കോളേജ് ചേരാൻ എത്ര പൈസ വേണം? ഇദ്ദേഹം ചോദിച്ചാ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട്, അമ്മ വീട്ടുകാരെല്ലാം കൂടെ ആലോചിച്ചിട്ട് സണ്ണീനെ ലോ കോളേജിൽ വിടാൻ തീരുമാനിക്കുന്ന. കാരണം ഈ BA കഴിഞ്ഞ് വന്ന പയ്യൻ കപ്പ കൃഷിക്ക് ഇത്രയും സിൻസിയർ ആണെങ്കിൽ അവന് സാധ്യതകൾ, അവനെന്തായാലും വക്കീലായിട്ടും നന്നാവും
എന്ന നിലയിൽ വക്കീലിന്റെ സാധ്യതകളൊന്നും അത്ര മനസ്സിലാക്കി അറിയില്ല, എന്നാൽ ഒരു വക്കീലാകുന്ന വലിയ കാര്യമാണ് അന്നത്തെ കാലത്ത്. അങ്ങനെ എനിക്ക് 500 രൂപ എടുത്തിരുന്നു. അന്നത്തെ 500. ഞാനപ്പോൾ തന്നെ ആലോചിച്ചിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജുകളിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തു. തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോട്. എവിടെയാണ് കിട്ടിയത്? 3 സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടി. സെലക്ട് ചെയ്തു. എന്നിട്ട് എവിടെ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. എവിടെ ചേർന്നു? അടുത്തായതുകൊണ്ട് കോഴിക്കോട് ലോ കോളേജിലാണ് അഡ്മിഷൻ. എത്ര ഇയർ ആയിരുന്നു അന്നത്തെ LLB? 3 ഇയർ. 3 ഇയർ. എങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു അനുഭവം? നല്ല പക്ഷെ എനിക്കെന്ന് വെച്ചാൽ നല്ല അധ്യാപകരും അതിലൊരു നഷ്ടബോധം തോന്നുന്നു. ആ പൊളിറ്റിക്സിൽ സജീവമാണ്. അന്നേരം തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വന്ന ഉടനെ ഇവിടുത്തെ ഉളിക്കൽ മണ്ഡലം പ്രസിഡൻ്റായി. ഉളിക്കലല്ല, പടിയൂർക്കല്ലാണ്. ഇന്നത്തെ 2 പഞ്ചായത്ത് ഒന്നാണ്. എന്നെ അവിടെ വേറൊരാളെ മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ യോഗം ചേർന്നിരിക്കുകയാണ്. എന്നോട് ഒരു പ്രസംഗം നടത്താൻ പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ KSUവിൻ്റെ പ്രസംഗം ഞാൻ അവിടെ നിന്ന് നടത്തി അവതരിപ്പിച്ചു. അപ്പം മറ്റേ പ്രസിഡന്റ് ആകാൻ വന്ന ആളുടെ പേര് ആരും പറഞ്ഞില്ല. എൻ്റെ പേര് പോസ്റ്റ് ആയിട്ട് എൻ്റെ പേര് അങ്ങനെ ആദ്യമായിട്ട് മണ്ഡലം പ്രസിഡന്റ്. 2 കൊല്ലം കഴിഞ്ഞപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഇലക്ഷനാണ്. അന്ന് ഇലക്ഷനാണ്. എൻ്റെ പേര് എതിരില്ലാതെ എലക്ട് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ലോ കോളേജ് ചേരുന്നത്. അപ്പം ഞാനിവിടുത്തെ ഇരിക്കൂറിലെ രാഷ്ട്രീയം, ഇരിക്കൂർ നിയോജകമണ്ഡലം, അന്ന് പേരാവൂർ നിയോജകമണ്ഡലം, പേരാവൂർ നിയോജകമണ്ഡലം അന്ന് ഇല്ല. അല്ല, പേരാവൂര് അന്നില്ല. അന്ന് ഇരിക്കൂറും ഈ പ്രദേശം കുറേ പേര് ഇരിട്ടിയൊക്കെ വരുന്ന പ്രദേശം വേറെ നിയോജകമണ്ഡലം, പഴയ ഇരിക്കൂറിൽ. അത് പിന്നെ കൂത്തുപറമ്പ പിന്നെയാണ് വന്നത് പേരാവൂർ. അപ്പോൾ എന്തായാലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം LLB പഠിക്കുമ്പോൾ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായി. ആദ്യത്തെ ഇലക്ഷന് ഞാൻ സെനറ്റിലേക്ക് മത്സരിച്ചു. അപ്പോൾ അതിനെ വോട്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സാണ്. എനിക്കെന്തോ ആരോ വോട്ട് തെറ്റിച്ചോ കാലുവാരി എന്തായാലും ഞാൻ തോറ്റുപോയി. സെനറ്റിലെ KSU പ്രതിനിധിയായിട്ട് ഞാൻ തോറ്റുപോയി. പിറ്റത്തെ കൊല്ലം ഞാൻ സെനറ്റിലും ജയിച്ചു. അതുകൊണ്ട് ഞാൻ സിൻഡിക്കേറ്റിലും. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് മരണപ്പെട്ട MRC സിൻഡിക്കേറ്റ് മെമ്പറാണ്. ശിവദാസ് മേനോൻ സിൻഡിക്കേറ്റ് മെമ്പർ. ടി ശിവദാസ് മേനോൻ അവരുടെയൊക്കെ കൂടെ വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ആ കാലഘട്ടത്തിൽ കോഴിക്കോടുള്ള 3 വർഷം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അനുഭവം? ലോ കോളേജ് കാലഘട്ടത്തിൽ സമരത്തിൽ ഇടപെട്ട് ഞാൻ അങ്ങനത്തെ ഒരു കേസിലും പ്രതിയായിട്ടില്ലേ? സമര കേസുകൾ പ്രതിയായിട്ടുണ്ട്. നിങ്ങൾ എന്റെ അക്രമ കേസുകളിലോ ഒന്നിലും പ്രതിയായിട്ടില്ല, വാദിയായിട്ടില്ല. സമരം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും കണ്ണൂരിലെ 1-2 DCCകളുടെ സമരത്തിലും എന്നെ ഒരു കള്ളക്കേസ് കുടുക്കി അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ. സുധാകരനെ അറസ്റ്റ് ചെയ്തപ്പം കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും എല്ലാവരും പങ്കെടുത്ത, VM സുധീരനും PC ചാക്കോയും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും പങ്കെടുത്ത DIG ഓഫീസ് മാർച്ച് കണ്ണൂരിൽ നടക്കുക. സുധാകരനെ അറസ്റ്റ് ചെയ്തപ്പോൾ മിനിയോടുള്ള കാലമല്ലേ അത്? മിനിയോടനാണോ? മിനിയോടനല്ല, അതിന് മുമ്പായിരിക്കും. അപ്പോൾ അന്നാണ് താവക്കര സ്കൂളിൻ്റെ കഞ്ഞിപ്പരയ്ക്ക് തീ വെച്ച് ഓർമ്മയുണ്ട്. ഞാൻ ഇവരുടെ കൂടെ നിൽക്കുക. ഞാൻ എവിടെയെങ്കിലും തീയപ്പുണ്ടായ അന്നേരം അത് തീ കെടുത്താൻ ശ്രമിക്കുന്ന ആളാണ്. അതെല്ലാവർക്കും അറിയാം. എന്നെക്കുറിച്ച് സുധാകരൻ്റെ ആളായിട്ട് ഞാൻ നിൽക്കുമ്പോഴും, സുധാകരൻ എന്നെ DCC പ്രസിഡൻ്റായിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോഴും, സുധാകരനെ പറയുന്ന ഇടയ്ക്ക് വക്കീലെ നിങ്ങൾക്ക് ഇടയ്ക്ക് പുള്ളി പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് അധിക പ്രായോഗികം നോക്കിയാൽ എല്ലാം പഠിച്ച അഭ്യാസിക്ക് അടിക്കാൻ സ്ഥലമില്ല, എല്ലാം മർമ്മമായിരിക്കും. ഈ സുധാകരന്റെ കൂടെയുള്ള DCC പ്രസിഡന്റ് കാലം നമുക്കെല്ലാം ഓർമ്മയുണ്ട്, സംഘർഷത്തിന്റെ കാലം. എങ്ങനെയാണ് ആ കാലത്ത് താങ്കൾ, കാരണം സുധാകരന്റെ കാലഘട്ടം എന്ന് പറയാം, അതില്ല, സുധാകരന്റെ മനസ്സ് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കി. സുധാകരൻ ഒരക്രമകാരിയല്ല. സുധാകരൻ പയ്യാവൂർ സമരം കഴിഞ്ഞപ്പോൾ, പയ്യാവൂർ സമരത്തിന് 46 ദിവസമാണ് പയ്യാവൂർ സമരം. ആ 46 ദിവസവും ഞാൻ സമരപന്തലില്ല. സമരം തുടങ്ങുന്ന KC ജോസഫ് പയ്യാവൂരിൽ നിന്നാണ്. അതാണ് പയ്യാവൂർ സമരം. സമരം അവസാനിപ്പിക്കുന്നത് KC വേണുഗോപാലോ നൂറുദ്ദീൻ KC വേണുഗോപാലോ ഉപവാസം അവസാനിപ്പിക്കുന്നത്. എന്നോട് അവസാനം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആ പ്രൊഫൈലിൽ വന്നിട്ടില്ല. KC ജോസഫ് തുടങ്ങി, മുല്ലപ്പള്ളി രാമചന്ദ്രനും K സുധാകരനും KC വേണുഗോപാലും K മുരളീധരനും ഏറ്റെടുത്ത സമരം, K സുധാകരനും ഏറ്റെടുത്ത സമരം, പിന്നെ തുടർന്ന് സണ്ണി ജോസഫ് പോരാ. എൻ്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ എൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് സമരം അവസാനിപ്പിച്ചു. ആ 46 ദിവസം ഞാൻ സമരപന്തല്ല. അന്ന് ഞാൻ പ്രാക്ടീസിങ് ലോയറാണ് മട്ടന്നൂർ. എൻ്റെ അനുജനും ജോഷിയുണ്ട്, ജോഷി വക്കീലും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസറാണെങ്കിൽ എന്നോട് വളരെ ലോഹ്യം, നല്ല ഫെയറായിട്ടുള്ള സുധീർ പേരെന്ന് എനിക്ക്. അതേ എൻ്റെ അനുജനോട് പറഞ്ഞു, ചേട്ടനോട് പകൽ കോടതി വന്നിട്ട് രാത്രി സമരത്തിന് പോകും. ഞാനത് കേട്ടില്ല. ഞാൻ സമരത്തിന് മുഴുകി. അന്നെൻ്റെ ഷർട്ട് ഇസ്തിരി ഇടുന്ന കാര്യം പറഞ്ഞില്ല.
ഞാൻ താങ്കളുടെ ഡ്രസ്സ് ഞാനും ഭാര്യയും ഇപ്പൊ എന്റെ സ്റ്റാഫ് സന്തോഷം താങ്കളുടെ ഡ്രസ്സ് ഈ വീട്ടിൽ തന്നെ ഇടുന്നത്. ബാക്കി എല്ലാവരും ഈരാറ്റുപേട്ടയിലും അവരൊക്കെയാണ്. അപ്പൊ ഞാൻ പയ്യാവൂർ സമരത്തിനിടയ്ക്ക് DCC-യിലേക്ക് എന്റെ ഷർട്ട് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഞാൻ രാവിലെ ഇസ്തിരി ഇട്ട് അപ്പോഴത്തേനും ഞാൻ യോഗ പഠിച്ചു. അവിടെ പോയി യോഗ ചെയ്ത് സമരപന്തലിൽ ഞാൻ വേറെ വലിയ ത്യാഗം ഇല്ലെങ്കിലും ആ 46 ദിവസത്തെ സമരപന്തലിലുണ്ടായിരുന്നു. ഈ വസ്ത്രം ഇങ്ങനെ തന്നെ നിലനിർത്തി ഒരു ദിവസം എത്ര ജോഡി ഡ്രസ്സ് മാറും? മാൻസാറിനെ കുറിച്ച് അങ്ങനെ കേട്ടു. പക്ഷെ ഞാൻ കണ്ടത് AK-നെ ഉമ്മൻചാണ്ടി എത്ര മുഷ്നേരം മാറും. ഞാനൊക്കെ ചിലപ്പോൾ മാറും. പക്ഷെ അത് ചിലപ്പോൾ ഇലക്ഷൻ സമയത്ത് കൂടുതൽ പേർക്ക് ഈ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ താങ്കൾ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ പല സ്ഥലത്തും സംഘർഷം, ആളെ അയക്കുന്നു, ബോംബേറ്, കൊലപാതകം. ഇപ്പം കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ സേവറി അറ്റാക്ക് അടക്കം നടക്കുമ്പോൾ താങ്കൾ നേതൃത്വത്തിലുണ്ട്. അന്ന് സണ്ണി വക്കീൽ നിന്നാണ് നേതൃത്വത്തിലെ ആളുകൾ താങ്കളെ വിളിച്ചിരുന്നത്. ആ കാലഘട്ടം എങ്ങനെയാണ് കടന്നുപോയത്? താങ്കൾ ഇങ്ങനെ ഭയങ്കര സമാധാനപ്രിയൻ, ഒരു കേസിലും പ്രതിയാകാത്ത ആള്, കോൺഗ്രസ് നേതൃത്വത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നു. പ്രത്യേകിച്ച് K. സുധാകരൻ എന്നൊരു ഡൈനാമിക് പേഴ്സന്റെ കൂടെ സംസാരവും പ്രവൃത്തിയും എല്ലാം ഒരു ചുടു എന്താ പറയേണ്ടത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹമായിട്ട്? പുള്ളി എന്നെ സ്വഭാവം അറിയാം. എന്നെ അങ്ങനത്തെ ഒരു സംഭവത്തിലും ഓപ്പറേഷൻ എന്നെ ഇൻവോൾവ് ചെയ്യിക്കാൻ ഈവൻ ഫോർ റെസിസ്റ്റൻസ് ഞാനില്ലാന്ന് പുള്ളിക്ക് നന്നായിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കാര്യം, പുള്ളി ഒരിക്കലും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പേ അല്ല. പുള്ളി എപ്പോഴും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നത്തിങ് ഡൺ ഫോർ സെൽഫ് ഡിഫെൻസ് ഈസ് ആൻ ഒഫൻസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 96, IPC 96, നത്തിങ് ഡൺ ഫോർ സെൽഫ് ഡിഫെൻസ് ഈസ് ആൻ ഒഫൻസ്. എല്ലാം പ്രതിരോധത്തിന്റെ ഭാഗം. എന്തെങ്കിലും കോൺഗ്രസ്സുകാരെന്തെങ്കിലും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സേവറി ഹോട്ടലിലൊക്കെ എക്സെപ്ഷണൽ കേസ്. ഇനി അതിലെന്റെ നവാസ് ചോദിച്ചോണ്ട് നാൽപ്പാടി വാസുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതാണ് എന്റെ ദൈവാനുഗ്രഹം. ഇഫ് യു ബിലീവ് ഇൻ ഇറ്റ്, വിശ്വസിക്കും. മാധ്യമപ്രവർത്തകന് കണ്ടുപോയ കേസാണ്. എന്താ സംഭവം എന്നറിയോ? നാൽപ്പാടി വാസു കേസിൽ സത്യത്തിൽ എൻ്റെ എൻ്റെ ദൈവനിശ്ചയം ഞാൻ എന്താണ് പേരാവൂര് വരെ സുധാകരന്റെ ജാഥയിൽ ഞാനുണ്ട് കൂട്ടത്തിൽ. തില്ലങ്കേരിയിൽ വന്നു, കഴിഞ്ഞ അടുത്ത ജാഥ പോയി മട്ടന്നൂരാ. പേരാവൂര് വന്ന് തില്ലങ്കേരി വന്ന് മട്ടന്നൂരിലേക്ക്. അപ്പൊ ഈ ജാഥ മട്ടന്നൂരിൽ സമാപിക്കുക. എൻ്റെ ധാരണ നേതാക്കന്മാർ, ഞാനൊന്ന് മട്ടന്നൂർ താമസിക്കുക, കോടതി പ്രാക്ടീസ് ചെയ്ത്, ഈ ജാഥയ്ക്ക് വരുന്ന ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വന്ന്, വീടെന്ന് പറഞ്ഞാൽ ചെറിയ ക്വാർട്ടേഴ്സ്, ഒരു ചായ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും PT ജോസും, മൗലവി സാഹിബാണോ CP മൂസാൻകുട്ടിയാണോ, ഒരു കാറിൽ ഞങ്ങൾ തില്ലങ്കരിയിൽ നിന്ന് ഉളി വഴിക്ക് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ പേരാവൂരുന്ന് തില്ലങ്കേരി ഞങ്ങൾ ഈ നാൽപ്പാടി വാസു സംഭവം ഉണ്ടായ ആ സ്ഥലത്തൂടെ അല്ലാതെ എനിക്ക് കൂടുതൽ വഴി അല്ല, ഉളി വഴി. മറ്റവര് തില്ലങ്കരിന്ന് ശിവപുരം വഴി അവരങ്ങനെ വന്നു. അതുകൊണ്ട് ഞാൻ ഈ സംഭവം സത്യത്തിൽ അറിയുന്നില്ല. ഞാൻ ആ സംഭവ സ്ഥലത്തില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ സംഭവത്തിലില്ലെങ്കിൽ എൻ്റെ പേര് കേസ് വരും. ഞാൻ അറിയുന്നത്, അപ്പം ഞാൻ മട്ടന്നൂർ ഇവരെ കൊണ്ട് ഇറക്കി, VT ജോസിനെയും CP മൂസാക്കുട്ടിനെ അവിടെ കൊണ്ട് ഈ കാറിൽ ഇറക്കി. അവർ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് ഇവർക്ക് ചായ കൊടുക്കും. ഞാൻ അന്നേരം കണ്ണൂരില്ല. ഞാനത് കഴിഞ്ഞ് മീറ്റിങ്ങിന് സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് എന്നോടന്ന് ഔസേപ്പ് CI സുധാകരൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക ഇവിടെ ഇപ്പോൾ കഴിഞ്ഞിട്ടും. ഔസേപ്പ് CI എൻ്റെ അടുത്ത് പറഞ്ഞു, വക്കീലെ ആ പയ്യൻ മരണപ്പെട്ടു, പ്രസിഡൻറ്റിനോട് പ്രസംഗം നിർത്താൻ പറയാൻ പറഞ്ഞു. ഞാൻ പോയി സുധാകരൻ്റെ ചെവിയിൽ വെടികൊണ്ട പയ്യൻ, അന്നേരം പുള്ളിക്ക് മരണപ്പെട്ടെന്നറിയില്ല. പുള്ളി വെക്കടാ വെടിയെന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി സത്യത്തിൽ എടുത്തു അത്രേ ഉള്ളൂ. പുള്ളി സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെ പുള്ളി ശാസിക്കുകയായിരുന്നു. ഞാൻ പോകുന്നില്ല, ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പോട്ടെ. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് താങ്കൾ എവിടെയാണ്? അയ്യോ, മേടിച്ചോയില്ലേ? എവിടെയാണെന്നറിയോ? തലശ്ശേരി രൂപതയില അരമനയിൽ കർഷക പ്രശ്നത്തിന്റെ ആണെന്ന് തോന്നുന്നു ഒരു ചർച്ചയാണ്. അന്ന് വലിയവറ്റം പിതാവാണോ? അന്ന് വലിയവറ്റം പിതാവാണ്. കാരണം 89 വലിയവറ്റം പിതാവ് ഒരു പ്രധാനപ്പെട്ട തൈത്തോട്ടത്തിൽ അച്ഛനുണ്ട്, PT ജോസുണ്ട്, ചാലച്ചനുണ്ട്. ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് സന്ദേശ് ഭവനിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ PT ജോസാ പറയുന്നത്. അന്ന് ഞാൻ എവിടെ താമസിക്കുന്നറിയോ? തലശ്ശേരി കോടതിയുടെയും ബിഷപ്പ് ഹൗസിന്റെയും സൈഡിലുള്ള ജോസ്ഗിരിയിലെ ആ ഒരു ഓടിട്ട വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നാ പറയുന്നത് ആ വെടിവെപ്പുണ്ടായി മരണപ്പെട്ടു, 5 പേര് മരിച്ചു.
പക്ഷെ ഒരു കാര്യം എനിക്കൊരു അറ്റാക്കും വന്നു. താങ്കൾ ഇനി നാൽപ്പാടി കേസിന്റെ ഒരു പ്രത്യേകത, ആ സംഭവം ഉണ്ടായല്ലോ. സുധാകരനോട് പ്രസംഗം നിർത്താൻ പറഞ്ഞു, പ്രസംഗം നിർത്തി, അവരെ കയറ്റി കണ്ണൂരിലേക്ക് കാറിൽ അയച്ചു. ഞാൻ നടന്ന്. അപ്പോൾ CPM ഓഫീസ് എവിടെയാ? മട്ടന്നൂരിലെ ട്രാഫിക് ഐലൻഡിൻ്റെ ചേർന്ന CPM ഏരിയ കമ്മിറ്റി ഓഫീസ്. അവിടെ നിറച്ച ആളുകളുണ്ട്, പ്രക്ഷുബ്ധ അന്തരീക്ഷമാണ്. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഞാൻ എവിടെ, കോടതിയുടെ മുമ്പിലുള്ള റോഡിനോട് തൊട്ടുരുമിയുള്ള എൻ്റെ വക്കീൽ ഓഫീസിലേക്ക്, ക്വാർട്ടേഴ്സിലേക്ക് അവിടെ പോയി. അതിനൊരു ചില്ലോ ഒരു പോർലോ. കൂത്തുപറമ്പ് വെടിവെപ്പിലും താങ്കൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായില്ല, നാൽപ്പാടി വാസം ഉണ്ടായില്ല. പക്ഷെ ഞാനൊരു കാര്യം, ഡിഫൻസിൽ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാൻ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ CPM ആണ് പ്രതിക്കൂട്ടിൽ നിന്ന് വാദിച്ചോനത്. കാരണം MP രാഘവന്റെ ജീവൻ രക്ഷിക്കാനാണ് കൂത്തുപറമ്പ് വെടിവെപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പോലീസുകാരുടെ പേരിലോ അല്ലെങ്കിൽ ആരുടെ പേരിലും CPMന്റെ ഹൈ ഹാൻഡഡ് ആയിട്ടുള്ള അറ്റാക്കാണ് ആ വിഷയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാൽപ്പാടി വാസു കേസിലും സുധാകരൻ നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുധാകരന് വേണ്ടി MN സുകുമാരൻ നായരെ വക്കീലായിട്ട് ഏൽപ്പിക്കാൻ എറണാകുളത്ത് പോകുന്ന ഞാനാണ്. സുധാകരൻ്റെ വക്കീലന്മാരിൽ ഒരാൾ ഞാനാണ്. സത്യത്തിൽ നിർണായകമായ സുധാകരനെ അതിൽ നിന്ന് വെറുതെ വിടാനുള്ള നിർണായകമായ ഒരു ലീഗൽ ആസ്പെക്റ്റ് സീനിയർ അഡ്വക്കേറ്റ് MN സുകുമാരൻ നായർക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തു ഞാനാണ്. കാരണം FI സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് എഴുതി കഴിഞ്ഞ് നടപടി സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ടതിന് ശേഷം അതിൻ്റെ താഴെയാണ് സംഭവം നടക്കുമ്പോൾ K. സുധാകരൻ MLA സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതി ചേർത്ത്. അത് FIR വന്നു കഴിഞ്ഞാൽ അത് കോപ്പിയാണ്. പക്ഷേ FIS-ൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഒറിജിനലാണ്. ഞാൻ ആ MN സുകുമാരൻ നായരോട് പറഞ്ഞത്, ഈ സംഭവം ഇത് കാണണം, FIS എടുത്ത് നോക്കണം. FIR എടുത്താൽ പോരാ, FIS എടുത്ത് നോക്കണം. പുള്ളി ആദ്യം തയ്യാറില്ലായിരുന്നു. പുള്ളിയുടെ ഞാൻ കേസേൽപ്പിക്കാൻ പോയപ്പോൾ ഒരു സംഭവമുണ്ട്. സുധാകരൻ മലയാള മനോരമ പത്രത്തിൽ പൊതിഞ്ഞു കെട്ടിത്തന്ന 30,000 രൂപയായിട്ട് ഞാൻ കേസിപ്പിക്കാൻ പോകും. എന്നെ സംബന്ധിച്ച് ഞാൻ തലശ്ശേരി കോടതിയിൽ മനോരമ പത്രത്തിൽ കെട്ടിത്തന്നവർ ഓർത്തിരിക്കുക. ഞാൻ ബാൽമക്കിലിന്റെ ജൂനിയറാണ്, വി ബാലൻ. ഞാൻ എനിക്കൊന്നൊരു 30,000 രൂപ അതുവരെ ഒരു കേസിന് കിട്ടിയിട്ടില്ല, ബാൽമക്കിൽ കിട്ടിയിട്ടുള്ളൂ. പുള്ളി വളരെ എമിനന്റ് ലോയർ. അപ്പോൾ ഞാനിത് വലിയ സംഖ്യയാണല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ 5 ലക്ഷം രൂപ ഫീസ് തരണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ചർച്ച ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, മിസ്റ്റർ സണ്ണി, മിസ്റ്റർ ബാലൻ ഈസ് എ വെരി ഡേഞ്ചറസ് ലോയർ, ഹാവ് ടു ബി കെയർഫുൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ 5 ലക്ഷം രൂപ ഫീസ് സമ്മതിച്ചു. 30,000 ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് 30,000 സാറേ ദിസ് ഈസ് 30,000 എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി എന്നാ പറഞ്ഞത്, മിസ്റ്റർ സണ്ണി ജോസഫ്, യു പ്ലീസ് ടേക്ക് ഇറ്റ് ബാക്ക്, യു ടേക്ക് ബാക്ക് ദിസ് എമൗണ്ട്, വൈ ഷുഡ് ഐ ടച്ച് ദിസ് മണി, ഇഫ് യു ആർ റെഡി ബ്രിങ് അറ്റ് ലീസ്റ്റ് ഹാഫ്, 2.5. then only I'll be in. 2.5 ലക്ഷം ആദ്യം കിട്ടണം. പിന്നെ ഞാൻ സുധാകരനോട് ഇത് വന്നു പറഞ്ഞു. ഇവിടെയുള്ള വക്കീലന്മാരുടെ രീതിയിലല്ലേ ചിന്തിച്ചേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ 2.5 ലക്ഷം കൊണ്ടുപോയി കേസേൽപ്പിച്ചു. അപ്പം എന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനന്ന് സുധാകരനോട് പറഞ്ഞു, എന്നെ ഹൈക്കോടതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അദ്ദേഹം ഭക്ഷണം തന്നു, എന്നോട് വളരെ താല്പര്യമായിരുന്നു, എന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഹൈക്കോടതിയിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി അത് സമ്മതിച്ചില്ല. ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഒരു ചോദ്യം കൂടി, അത് കഴിഞ്ഞ് നമുക്ക് താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വെടിവെപ്പ് ഉണ്ടല്ലോ, EP ജയരാജന്റെ വെടിവെപ്പ്, ആ കാലഘട്ടവും ഭയങ്കര സംഘർഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. അതിലൊരു അനുഭവം കൂടി. മാത്രമല്ല വെടിവെച്ചവരെല്ലാം പിന്നീട് കൊല്ലപ്പെടുന്നു. അതിലേക്ക് എന്താന്ന് വെച്ചാൽ അതിൽ എനിക്ക് സുധാകരനെതിരെ ഇങ്ങനെ ഒരു മാറ്റർ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഞാൻ തലശ്ശേരി താമസിക്കുക. തലശ്ശേരി സംഘർഷഭരിതോ. എന്നോട് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഒരു നല്ല ലീഗൽ ഒപ്പീനിയനും കൂടെ കിട്ടാൻ വേണ്ടി VPG നമ്പ്യാർ മരണപ്പെട്ട വക്കീലിനെ കാണാൻ വേണ്ടി എവിടെ പോകണമെന്നറിയോ? മാടപ്പീടിക. എനിക്ക് കാറുമില്ല, ഡ്രൈവറും ഇല്ല, അതും പാർട്ടി ഗ്രാമങ്ങളിലൂടെ. ഞാൻ മാടപ്പീടിയിൽ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി സുധാകരൻ്റെ കേസിൽ ലീഗൽ ഒപ്പീനിയൻ എങ്ങനെ ഡിഫൻസ് എന്ന് ആലോചിക്കാൻ വേണ്ടി. സാമാന്യേന ഞാൻ ആ നിലയിലുള്ളൊരു വക്കീലല്ലെങ്കിൽ പോലും എൻ്റെ ഒരു രാഷ്ട്രീയ അനുഭവം, ലീഗൽ എക്സ്പീരിയൻസും വെച്ചിട്ട് സാധാരണഗതിയിൽ ഒരു കേസിൽ അഡ്വൈസ് കൊടുത്താൽ സാധാരണ പാളാറില്ല. ക്രിമിനൽ കേസിൽ. സിവിൽ കേസ് എനിക്കത്ര അറിയില്ല. എന്തായാലും ഞാൻ VPG ആയിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയി മേടിച്ച്. കാരണം
സുധാകരന്റെ ആളാന്ന് എന്നെ ഏതാണ്ട് അറിയാലോ അതാ എന്നെ അറസ്റ്റ് ചെയ്തത്. ഈ DFPSൽ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ നയനാര് പറഞ്ഞു. നയനാര് മുഖ്യമന്ത്രിയാണ്. DFP പറഞ്ഞപ്പം അത് കെ സുധാകരന്റെ അടുത്ത ഒരു DC സെക്രട്ടറിയാണ് അത് ജയിച്ചതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി നയനാര്. പുള്ളി തമാശയായിട്ട് പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇരിട്ടി താമസിക്കുക പോലീസ് സ്റ്റേഷൻ അടുത്ത് അറിയോ. ഞായറാഴ്ച പോലീസ് സ്റ്റേഷൻ അടുത്ത് എനിക്കൊരു വീടുണ്ടായിരുന്നു 40 സെന്റ്. ആ വീടും വിൽപ്പന നടത്തിയതാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഞായറാഴ്ച ഒരു 10 മണി സമയത്ത് അന്നത്തെ CI പത്മനാഭൻ ഈ പോലീസ് വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിലേക്ക് വരും. ഞാൻ വിചാരിച്ച് ഇദ്ദേഹം വല്ല പുസ്തകം മേടിക്കാനോ, ഞാൻ വക്കീലാണല്ലോ പ്രാക്ക്, അപ്പോൾ കുറച്ച് ലീഗൽ പുസ്തകങ്ങൾ അല്ല പുസ്തകം ചോദിക്കാനോ എന്തെങ്കിലും സംശയം ചോദിക്കാനായിരിക്കും വന്നേ. എന്നോട് പറഞ്ഞു വക്കീലെ നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറസ്റ്റാണ്. ഞാൻ പറഞ്ഞ ഞാൻ കുളിച്ചിട്ടില്ല, എന്നെ അറസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ കണ്ണൂർ ചെല്ലുമ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ കുളിക്കാതെയും ഷേവ് ചെയ്യാതെയും ഡ്രസ്സ് മാറാതെയും പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അറസ്റ്റ് കൊണ്ട് ഞാനങ്ങ് ഡൗഡായിന്ന് തോന്നും. അത് വേണ്ട, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷാകാന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 2 വാതിലേ ഉള്ളൂ, പുറയിലും മുമ്പിലും പോലീസ് നിർത്തിക്കോ, ഞാൻ കുളിച്ചിട്ട് വരുന്നു. പുള്ളി പറഞ്ഞു സോറി വക്കീലെ നിങ്ങളോടായതുകൊണ്ട് പറയാൻ പ്രയാസമുണ്ട്, നിങ്ങൾ നിരപരാധിയാണെന്ന് പറയാം. പക്ഷേ പുള്ളി എന്നെ ഞാൻ പുറകിൽ കയറാൻ നോക്കി. പുള്ളി എന്നോട് പറഞ്ഞ് ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞു. ഫ്രണ്ടിലിരുന്നു. അന്ന് ഞാൻ പ്രസിഡൻ്റായ ഭുവന ബാങ്കിൻ്റെ ജനറൽ ബോഡി ഇരട്ടി നടക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വണ്ടിയിലിരുത്തി എന്നെ കൊണ്ടുപോവുകയാണ്. ഇരിട്ടി സ്റ്റേഷൻ ചെന്നപ്പോൾ അദ്ദേഹം നന്മയുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു വക്കീൽ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്ത് വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അനുജൻ ജോഷി വക്കീലിനെ വിളിച്ചിട്ട് എടാ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നീ ബാലവക്കീലിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ സീനിയർ നോക്കണം എന്ന് പറഞ്ഞു. ബാലവക്കീൽ ഇത്ര നന്മയുള്ള വ്യക്തിയായതുകൊണ്ട് പുള്ളി CPM ആണല്ലോ, പുള്ളി പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തു. എന്നിട്ട് ജോഷി ഏൽപ്പിച്ചായിരിക്കും. ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ജോഷിയോട് പറഞ്ഞു ജോഷി ഞാൻ വേണ്ട, യു ഇൻട്രസ്റ്റ് രാജൻ എന്ന് പറഞ്ഞു. കെ രാജൻ അല്ല കെ രാജൻ രാജൻ വക്കീൽ അറിയാം. പിന്നെ അപ്പോൾ രാജൻ വക്കീൽ എനിക്ക് വേണ്ടി ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. പക്ഷേ സെഷൻസ് ട്രയബിൾ ആയതുകൊണ്ട് തീവപ്പല്ലേ, പിന്നെ ജയിലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഫോട്ടോ വന്നപ്പോൾ ഒന്നും ഞാൻ വലിയ മുഷിഞ്ഞ ഡ്രസ്സ് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഞാൻ മോശമില്ലാത്ത ഫോട്ടോ വന്നു. അതെനിക്ക് ഒരുപാട് ആളുകൾ എന്നെ ജയിലിൽ കാണാൻ വന്നു. ജയിൽ മോചിതമായപ്പം ഒറ്റ തവണ ഉള്ളൂ. ഭയങ്കര ഭാഗ്യമാണ്. കണ്ണൂർ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരുന്നിട്ട് ഭയങ്കര ഇറങ്ങിയപ്പോ ഭയങ്കര സ്വീകരണം ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വന്ന് സ്വീകരണമായിരുന്നു. 100 കണക്കിന് ആളുകൾ വണ്ടിയിൽ എന്നെ വീട്ടിലിരുട്ടി കൊണ്ടുവിടുക. അപ്പം ഒരുപാട് വീട്ടിലേക്ക് ഒരുപാട് വണ്ടിയെല്ലാം വന്ന് ഒരുപാട് ആളുകൾ ലഡു വിതരണം. അപ്പം എൻ്റെ ഇളയ മകള് അഞ്ചു പറഞ്ഞു ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുക, മമ്മി ഇങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം കൊള്ളാൻ ഇഷ്ടംപോലെ ലഡു. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഞാൻ സണ്ണി വക്കീലിനെ കാണാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സുധാകരന്റെ ഒരു നിഴലായി നടന്നൊരു മനുഷ്യനാണ്. അന്നും ഇന്നും എന്നും വേറെ എങ്ങോട്ട് പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. സുധാകരൻ തന്നെ പറയാറുണ്ട്, പല ആളുകളും ഞാൻ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറുമ്പോൾ എന്നോട് തന്നെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറുമ്പോൾ എന്നോടൊപ്പം നിന്ന് പ്രസിഡന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോഴേക്കും എനിക്കെതിരെ പ്രസ്താവന നടത്തിയ നേതാക്കൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് കെ സുധാകരൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നും ഇന്നും സുധാകരന്റെ നിഴലായി നടക്കുന്ന സണ്ണി ജോസഫ് ആകെ ഒരു കേസിലേ പ്രതിയായിട്ടുള്ളൂ. ഒരു അക്രമ കേസുകളിലും പ്രതിയായിട്ടില്ല. ഏത് ആളെ കൊല്ലാനും ആളെ അടിക്കാൻ വിടാനും ഗൂഢാലോചനയിൽ പോലും പ്രതിയായിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത്. സണ്ണിയോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി എൽസി കൂടി ചേരുകയാണ്. സണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാർക്ക് കൊടുക്കാൻ പറ്റുമോ, എന്താണ് ജീവിത പങ്കാളിയുടെ അഭിപ്രായം എന്ന് നമുക്കറിയണ്ടേ? ഒന്ന് ചോദിക്കാം. എൽസി നമസ്കാരം, സക്സസ് സ്റ്റോറിയിലേക്ക്. എങ്ങനെയുണ്ട് സണ്ണി ജോസഫ് എന്ന പൊതുപ്രവർത്തകനെ എങ്ങനെ വിലയിരുത്തുന്നു? പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊതുപ്രവർത്തനവും ജീവിതവും എല്ലാം സമന്വയിച്ച് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ പണ്ട് മുതലേ നമ്മളെ തന്നെ രാഷ്ട്രീയക്കാർ കുടുംബം നോക്കൂല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളല്ല. അത് പറ്റുന്ന പോലെ സഹകരിച്ച് ചെറിയ കുട്ടികളാകുമ്പം കുറേ വീടുകളിൽ നമുക്ക് പിന്നെ മക്കളെയൊക്കെ നോക്കാൻ അങ്ങനെ ഒരിതല്ല. മക്കളോട് ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരാളായിരുന്നു. പരസ്യമായിട്ട് ചെറിയ കുട്ടികളോട് കാണിക്കൂല. ഈ സണ്ണി ജോസഫ് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ പക്ഷെ ഉള്ളില് നല്ല സ്നേഹമുണ്ട്. ഈ സണ്ണി ജോസഫ് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ചേർന്ന് നിന്നത് കെ സുധാകരൻ എന്ന ഡൈനാമിക് പൊളിറ്റീഷ്യനോടൊപ്പമാണ്. അറിയാം കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുധാകരൻ അല്ല. എന്റെ പൊളിറ്റിക്സ് മുഴുവൻ അറിയാം, എല്ലാം വീട്ടിൽ വന്ന് പറയും.
ഈ ഓപ്പറേഷൻസ് ഒക്കെ പറയൂ, സുധാകരൻ നടത്തുന്ന ഓപ്പറേഷൻസ്? സുധാകരന്റെ അത് പുള്ളിക്ക് തന്നെ അറിയാൻ മേല. കാരണം സുധാകരന്റെ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ഈ പൊളിറ്റിക്സിന്റെ അതിന് നേരെ വിപരീതമാണ്. എങ്ങനെയാ ഈ രണ്ട് കെമിസ്ട്രി ഒത്തത് ടീച്ചർ, താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എങ്ങനെയായിരിക്കും? എന്താന്ന് ചോദിച്ചാൽ പിന്നെ ആ പൊളിറ്റിക്സ് ഇഷ്ടമാണ്, പുള്ളീനെ ഇഷ്ടമാണ്. പുള്ളിയുടെ ഈ പ്രവർത്തനത്തിലൊന്നും ഇങ്ങേര് നിൽക്കൂല എന്ന് പുള്ളിക്കറിയാം. അത് കാരണം എപ്പോഴെങ്കിലും സുധാകരൻ ഒരു ഓപ്പറേഷൻ നേതൃത്വം കൊടുക്കണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും പറഞ്ഞില്ല. സത്യമാണ്, സത്യമായിട്ട് പറയുന്നത്. അങ്ങനത്തെ ഒന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല. പുള്ളി അതിന് നിൽക്കില്ല എന്ന് പുള്ളിക്ക് അറിയാം. അല്ലെ? എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്? വല്ല പ്രണയമാണോ അതെ അറേഞ്ച്? താങ്കളുടെ വീട് എവിടെയാണ് ശരിക്കും? എന്റെ ഓടന്തോട് എന്ന് പറയും. ഓടന്തോട്. എപ്പോഴാണ് ഈ വിവാഹാലോചന വന്നപ്പോ എന്തായിരുന്നു? താങ്കൾ എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത്? ഞാൻ പിന്നെ പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുക, കല്യാണമൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ആലോചന വരുന്നത്. അന്നേരം ഇദ്ദേഹം പൊളിറ്റിക്സിലുണ്ടോ സജീവമായിട്ട്? അന്നേരം ഉണ്ട് അല്ലേ, 15 വയസ്സ് തുടങ്ങിയതാണല്ലോ. അന്നേരം ഉണ്ട്. സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും എനിക്കറിയത്തില്ല. താങ്കൾ ഈ രാഷ്ട്രീയ നേതാവ് എന്ന നിലക്കാണോ സണ്ണി ജോസഫിനെ ഇഷ്ടപ്പെട്ടത്? അല്ല, ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു ജോലിയുള്ള ഒരാൾ വേണമെന്നുള്ള ആഗ്രഹമാണ്. കുറെ പേര് എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷെ ആ സ്വത്തോ സമ്പാദ്യമോ ഒന്നുമല്ല എനിക്ക് വേണ്ട. എനിക്ക് ജോലി ആള് മതി. അദ്ദേഹം അഡ്വക്കേറ്റ് എന്ന നിലക്ക് പ്രൊഫഷണൽ മറ്റൊരു പ്രാക്ടീസ് ചെയ്യുന്ന കാലമാണ് അല്ലേ? ഇത്രയും ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ഞങ്ങള് സമ്മതിക്കില്ല. ഇന്നത്തെ പോലെ മാധ്യമങ്ങളില്ലല്ലോ അന്ന്. ഞാൻ DCC പ്രസിഡന്റ് ആയപ്പോ എതിർത്ത 2 പേരേ ഉള്ളൂ. ഒന്ന് ഈ കക്ഷി, ഈ കക്ഷിയുടെ ജാച്ചനും, പിന്നെ അന്നത്തെ ജില്ലാ ജഡ്ജി. 3 പേരുണ്ട്. ജില്ലാ ജഡ്ജി പറഞ്ഞ് തനിക്ക് നഷ്ടമായിരിക്കുന്നു, വരുമാനം നഷ്ടപ്പെടും. നമ്മുടെ ജീവിതം സുഖമായിട്ട് ഒന്ന് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. നമുക്കത് ഇതുവരെയും ഫില്ലപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ജോലിയുള്ള ഒരാളെന്ന് പറയുമ്പം നമ്മുടെ കുടുംബം സേഫായിട്ട് പോകും. ഇത് വക്കീലാണെങ്കിലും അത് ഉച്ചവരെ, അത് ഒരു കാല് വക്കീൽ പണിക്കും, ഒരു കാല് രാഷ്ട്രീയം, 2 വളത്തിൽ കാല് വെച്ച് പോകും. ഒരു ചോദ്യമോ, ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു അമ്മ, ഒരു സ്ത്രീപക്ഷ മനസ്സ്, സ്ത്രീകളെ അമ്മ, ഭാര്യ, മക്കൾ. സ്ത്രീ എന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു കാലമാണ്. ഇന്നും രാഷ്ട്രീയത്തിൽ പോലും കേരളത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയെ കിട്ടിയെങ്കിലും നമ്മൾ പൊതുവെ ഒരു മലയാളിയുടെ മനസ്സ് പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മക്കൾക്കൊക്കെ അമ്മയോടൊപ്പം ചേർത്ത് നിർത്തി അമ്മയെ ഒരു റോൾ മോഡലായി കണ്ട് വരുന്നു. അത് സത്യത്തിൽ താങ്കളോടുള്ള പെരുമാറ്റത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയെക്കാളും നല്ല ഒരു അമ്മയാണ് എൻ്റെ അമ്മായിമ്മ. അപ്പോൾ അമ്മയാണ് അച്ഛനുമാണ്. ഞാൻ അവിടുത്തെ മൂത്ത മകനാണ്. ഇങ്ങനെ അവർ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാളല്ലേ. പക്ഷേ എൻ്റെ സ്വഭാവത്തിൻ്റെയോ അവരുടെ സ്വഭാവത്തിനുമായി രണ്ടും കൂടെ ചേർന്നാവാം ഭയങ്കര താല്പര്യമായിരുന്നു എന്നോട്. എൻ്റെ നാത്തൂന്മാർ സാധാരണ പോലും അങ്ങനെ ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടാനാണെങ്കിലും വന്ന് എന്നെ ഡ്രസ്സ് ചെയ്ത് എന്നെ സാരി ഉടുപ്പിച്ച് അതൊരുക്കി വിടുന്ന ആ നാത്തൂന്മാരുടെ അത്രയും ഒരു ഞാൻ ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര ലക്കുകയായിരുന്നു. അല്ല, ഒരു ചോദ്യം, ഈ പറയുന്ന അമ്മയോടുള്ള സ്നേഹവും ആ പരിഗണനയും ഒരു സ്ത്രീ എന്ന നിലക്ക് താങ്കളോട് ഇദ്ദേഹം എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ ഈ പുരുഷ മേധാവിത്വം ഇദ്ദേഹം? അങ്ങനെയില്ല, ഒരിക്കലും ഇല്ല. ഇത്രയും നല്ലൊരു വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല. വീട്ടിലാണെങ്കിൽ നമ്മൾ സ്ത്രീകളാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ, എനിക്കും അങ്ങനെ വലിയ ദേഷ്യമില്ലാത്ത ആളാണ്. ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 99% ഞങ്ങൾ തമ്മിൽ പൊരുത്തമാണ്. അപ്പോൾ ഒരു ചെറിയ എന്തേലും ഞാൻ ഇനി അഥവാ ദേഷ്യപ്പെട്ടാൽ പോലും ചിരിച്ചോണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ നമുക്കൊന്നും പറയാൻ. പക്ഷെ കുട്ടികളെ അതാ ചെറിയ കുട്ടികളെ എന്നുള്ള ഇവരുടെ കുടുംബത്തോടെ ഉണ്ടത്. ചെറിയ മക്കളെ എടുക്കുക, പിടിക്കുക, അങ്ങനത്തെ ഒരു ഇത് ഇവർക്കില്ല. എന്നോട് ഇലക്ഷൻ പോകുമ്പോൾ പറയലുണ്ട്, നിങ്ങൾ വെറുതെ പിള്ളേരെ എടുത്തിട്ടൊന്നും ഷോ അടിച്ചിട്ട് പിള്ളേരെ എടുത്തിട്ട് വഷളാക്കി. എന്തുകൊണ്ട് അങ്ങനെ കുട്ടികളെ എല്ലാവർക്കും ലാളിക്കാൻ ഇഷ്ടം? എന്താ അതങ്ങനെ ഇഷ്ടമില്ലാതായി പോയത്? ഇഷ്ടമല്ല അത്. മറ്റുള്ളവരെ ഇപ്പൊ ഞങ്ങളുടെ മക്കളെ തന്നെ എടുക്കുമ്പോൾ അതൊരു നാണക്കേട് പോലത്തെ ഒരു ഫീലിങ്. ചിലപ്പോ എന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിലെ ഇളയ കുട്ടികളെ അല്ലെങ്കിൽ വേറുള്ളവർ കസിൻസിന്റെ ഒക്കെ മക്കളെ എന്റെ മടി കൊണ്ട് ഇരുത്തും. അമ്മ വീട്ടിൽ തണ്ണിക്കത് എന്തോ ഇതാണെന്ന് അവർക്കറിയാം. എന്നെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി അന്നേരം ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു വരുത്താൻ വേണ്ടി. അതല്ല, ചെറിയ മക്കളെ കൊണ്ട് ഇരുത്തിയാൽ
അത് ഊർന്ന താഴെ വരെ പോകുമ്പോഴത്തേ ഞങ്ങൾ പിടിക്കും. പക്ഷേ ഈ രാഷ്ട്രീയക്കാര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുട്ടികളെ എടുക്കലും എന്നോട് പറഞ്ഞേക്കുന്നത്. എൽസ തന്നെ പറയും, ഒരു ഷോയും വേണ്ട, നേരെ എന്താണോ അത് അനുസരിച്ച് പോയാൽ മതി. എനിക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വേറെ ഷോ ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ ഷോ കളിക്കാറുണ്ട് എപ്പോഴെങ്കിലും രാഷ്ട്രീയക്കാരുടെ? ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അത് ജന്മനാ ഉള്ളതാണ് ഈ ചിരി, രാഷ്ട്രീയ ചിരി അല്ല. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വഴിക്കൂടെ പോകുമ്പം ഇങ്ങനെ ചിരിച്ചോണ്ട് പോകും. ഞാൻ പറഞ്ഞു ജനങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെ എപ്പോ. അത് അച്ഛനും അങ്ങനെ തന്നെ, എപ്പോഴും ചിരിച്ച മുഖമാണ്. അത് രാഷ്ട്രീയം കൊണ്ടുള്ള ചിരിയല്ല, അത് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിയാണ്. കൃത്യമായിട്ട് ചിരിക്കും. ഈ താങ്കള് ഇപ്പം 3ാം തവണയാണല്ലോ MLA ആയി പേരാവൂർ പോലുള്ള, അതും ഒരു ഇടത് കേന്ദ്രം പിടിച്ചെടുത്ത ആളാണ് താങ്കൾ. ശൈല ടീച്ചർ ഇപ്പോൾ ഉള്ള ഒരാളാണ് അല്ലേ? ടീച്ചറമ്മ, കേരളത്തിന്റെ ടീച്ചറമ്മ, ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്താൻ കരുത്തുള്ള അവരുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെയാണ്. എങ്ങനെയാണ് ഈ മണ്ഡലവും താങ്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധം? എനിക്കിവിടെ നേരത്തെ നല്ല പരിചയമുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്ത ഏരിയ, എൻ്റെ സ്കൂളിൽ പഠിച്ച ഏരിയ, അമ്മ വീട്, ഭാര്യ വീട്, പെങ്ങന്മാരുടെ വീടുകൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ താലൂക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കർഷകരുടെ വിഷയങ്ങൾ, ഇതിലെല്ലാം ഞാൻ ഇൻവോൾവ് ആയിരുന്നു. DCC പ്രസിഡന്റ്, അതിന് മുമ്പ് DC സെക്രട്ടറി എന്നൊക്കെ നിലയിൽ. അപ്പോൾ ഈ 2011 ഇലക്ഷൻ വന്നപ്പോൾ സുധാകരൻ എന്നോട് പറഞ്ഞു, താൻ പേരാവൂർ എന്നുള്ള പേരേ പറയരുത്, താൻ ഇരിക്കൂർ ചോദിക്കണം. ടീച്ചറോട് താൻ ഈ പ്രായത്തിൽ പോയി മത്സരിച്ച് തോക്കാൻ നടക്കൂല, പേരാവൂർ എന്നുള്ള പേര് തന്റെ നാവിന്ന് വരരുത് എന്ന് പുള്ളി എന്നോട്. ഇരിക്കൂറാണ് ഷുവർ സീറ്റ്. പേരാവൂർ എന്നുള്ള പേര് തന്റെ നാവിന്ന് വരരുന്നു. പക്ഷെ എനിക്കറിയാം എനിക്ക് ഇരിക്കൂർ സീറ്റ് കിട്ടാൻ പോകുന്നില്ല, കിട്ടാൻ പോകുന്നില്ല. ഞങ്ങള് വയലാർ രവിനെ കാണാൻ പോയി. ഇരിക്കൂർ വയലാർ രവിനോട് തട്ടിക്കറി, എനിക്ക് എത്ര വയസ്സായടാ, ആരണ്ടാ താഴെ, നീ തരാം MLA അവിടെ. വയലാർ തട്ടിക്കറി ഉണ്ട് ഡൽഹിയിൽ നിന്ന്, പുള്ളി മിനിസ്റ്റർ ആയിരിക്കുന്നു. അപ്പോൾ എനിക്കിത് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ പേരാവൂരും കൂടെ ഉമ്മഞ്ഞാണ്ട് പറഞ്ഞു, എനിക്ക് രമേശിനോടും പറഞ്ഞു. അപ്പോൾ അവസാനം ടീച്ചറുമായിട്ട് മത്സരം വന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അന്ന് റിസൾട്ട് പറയാൻ 1 മാസമുണ്ട് വോട്ടെണ്ണ. കണ്ണൂരിൽ നിന്ന് കൈരളിക്കാരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. ഞാൻ കണ്ണൂരിൽ എനിക്ക് വക്കീൽ ഓഫീസുണ്ട്, ജവഹർ ലൈബ്രറിയുടെ മുമ്പിൽ, യോശാല റോഡിൽ. എൻ്റെ വക്കീൽ ഓഫീസിൽ വന്ന് കൈരളിക്കാരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എങ്ങനെയാണ് ഇലക്ഷൻ റിസൾട്ട്. ഞാൻ പറഞ്ഞു വളരെ ടൈറ്റാന്ന് പറഞ്ഞു. സാധാരണ എല്ലാവരും ഇപ്പോൾ പാലക്കാട്ടൊക്കെ ഓരോരുത്തർ പറയുന്നില്ലേ ജയിക്കും. ഞാനങ്ങനെയല്ല, വളരെ ടൈറ്റാ. എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു, ശൈല ടീച്ചർ നല്ലൊരു MLA ആയിരുന്നു. ഷീസ് വൺ അമംഗ് ദ ബെസ്റ്റ് പെർഫോംഡ് MLAs ഇൻ കേരള. ഇത് കൈരളിക്കാരെ ഇത് എൻ്റെ വായിൽ നിന്ന് വന്നോടുകൂടി കൈരളി ഇത് വലിയ ഫ്ലാഷ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സുധാകരനെ വിളിച്ചു, താനെന്താ വിവരക്കേടാ പറഞ്ഞു. കാരണം ഇനി പോസ്റ്റിലോട്ട് ചെയ്യാൻ കിടക്കുക, താൻ തോക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞാൽ. സുധാകരന് ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് അതിയായ എന്നേക്കാളും ആഗ്രഹം. താൻ തോക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞാൽ തനിക്ക് വോട്ട് ചെയ്യും ആരെങ്കിലും. അതുകൊണ്ട് താനിത് പറയാം. ഞാൻ പറഞ്ഞു ഞാനത് ചിന്തിച്ചില്ല, ടീച്ചറെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം, അത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലാണേലും വക്കീലായാലും സാധാരണ നുണ പറയുന്നു, പക്ഷെ നുണ പറയുകയില്ല. അതാണ് ആ ഉള്ള സത്യം വിളിച്ചു പറയുന്നത്. അപ്പൊ എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ കേരളത്തെ ഒരു അധ്യാപകൻ CPMന്റെ ഇത് കൈരളി കണ്ടു. അയാൾ പോസ്റ്റിലോട്ട് ചെയ്യാൻ നിൽക്കുക. അയാൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ജോസ് നടപ്പുറത്തിനോട് പറഞ്ഞു, സണ്ണി ജോസഫ് എതിർ സ്ഥാനാർത്ഥി ടീച്ചറെ കുറിച്ച് ഇത്രയും നല്ല വാക്ക് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ സണ്ണി ജോസഫിൽ എന്തെങ്കിലും നന്മയുണ്ടാവും, അതുകൊണ്ട് എൻ്റെ വോട്ട് സണ്ണി ജോസഫിന്. ജയിച്ചപ്പോൾ എന്ത് തോന്നി? ജയിച്ചപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നി. ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ ഞങ്ങൾ കാണുന്നത് ടീച്ചർ MLA ഹോസ്റ്റലിലെ റൂം വെക്കേറ്റ് ചെയ്യുക. അവിടെ ചെന്ന് ഞാൻ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചറിന് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചറും ശ്രീമതി ടീച്ചറും ശൈല ടീച്ചറും ഒന്നിച്ചുള്ള യാത്രയിൽ പറഞ്ഞു, സണ്ണി ആയതുകൊണ്ടാണ് ശൈലജ തോറ്റതെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. അപ്പം ശൈല ടീച്ചർ എന്നെ വക്കീലെന്ന് വിളിക്കുന്നു, വക്കീലായതുകൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ ആയതുകൊണ്ടാണ് എൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ 14 വോട്ട്. നല്ല കമന്റാണ്. ടീച്ചർ ആയതുകൊണ്ടാണ്. ഈ കോൺഗ്രസിൽ ഈ ഒരു സീറ്റെല്ലാം കിട്ടുന്നത് വലിയ പണിയല്ലേ? എങ്ങനെ കിട്ടി? കാരണം അത്രയധികം ഗ്രൂപ്പ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു കാര്യം, എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുള്ള പിന്തുണ അതിശക്തമാണ്. ഞാൻ അവകാശപ്പെടുന്നതല്ല. എനിക്ക് 2004 പാർലമെൻറ്റിൽ എൻ്റെ പേര് സുധാകരൻ 2004 എൻ്റെ പേര് പാർലമെൻറ്റ് സീറ്റിലേക്ക് പറഞ്ഞിരുന്നു. കണ്ണൂർ പാർലമെൻറ്റിൽ. സുധാകരൻ അന്ന് മന്ത്രിയാണ്, ഞാൻ DC പ്രസിഡന്റാണ്. സുധാകരനും വയലാർ രവി എൻ്റെ പേര് പറഞ്ഞു. മേഴ്സി ചേച്ചി ചെന്നൈ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. മേഴ്സി ചേച്ചി എന്നെ വിളിച്ചിട്ട് സണ്ണി നല്ലൊരു MP ആയിട്ട് വരാൻ മേഴ്സി ചേച്ചി എന്ന്. ഞങ്ങൾ വയലാർ രവി ടീമിലാണ്, ഗ്രൂപ്പിലാണ്. ഞാൻ ടീമെന്നേ പറയുന്നുള്ളൂ. ഗ്രൂപ്പെന്ന് പറയുന്നതിന് എനിക്ക് അത്ര ഇഷ്ടമല്ല.
പക്ഷെ താങ്കൾ സുധാകര ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ അപ്പോ ഇഷ്ടമല്ലേ? അല്ല അത്ര ഇഷ്ടമല്ല. ഒരു കാലത്തിലുണ്ടായിരുന്നു, ഇപ്പത്തെ കുറച്ചു. അപ്പൊ എനിക്ക് ആളുകളുടെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ സുധാകരനോട് ഇഷ്ടമില്ല. അത് പുള്ളി എല്ലാവർക്കും കുറച്ചു. കേരളത്തിലെ കോൺഗ്രസിൽ ആ ഗ്രൂപ്പിന്റെ സമവാക്യം കുറച്ചു, തീവ്രത കുറച്ചു. അപ്പൊ എനിക്ക് DCCയിലെ എനിക്ക് ഭാരവാഹികള്, KPC മെമ്പർമാര്, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് 90% കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പിനുപരിയായിട്ട് എന്നെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് ഒപ്പിട്ട ഇത്രക്കെട്ട് കടലാസാണ്. അതെന്തുകൊണ്ടാണ് പിന്നെ തിരിച്ചു പോയത്? സുധാകരൻ കൊണ്ടുപോയി സോണിയാഗാന്ധിക്ക് കൊടുത്തു. രമേശ് ചെന്നിത്തല എന്നോട് പറയുന്നത് ഇത് സുധാകരൻ കൊണ്ടുപോയി സോണിയാഗാന്ധിക്ക് തൻ്റെ പേരൊപ്പിട്ട ഇത്രക്കെട്ട്. അത് ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഞാനിവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, ജിമ്മിയുടെ ഫാദർ, പുള്ളി ഞങ്ങളെ ഗ്രൂപ്പല്ലല്ലോ, ഈ സജസ്റ്റഡ് മൈ നെയിം. എന്നിട്ട് എന്താ സോണിയ എന്തുകൊണ്ടോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടുതൽ, മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായി, മുല്ലപ്പള്ളിയുടെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഞാനായിരുന്നു. അങ്ങനെ ഒരു സമവാക്യമുണ്ട്. നമ്മുടെ സമയം തീരുകയാണ്. മക്കള് എന്ത് ചെയ്യുന്നു? എത്ര പേരാണല്ലോ? മക്കൾ 2 പേര്. ഒന്ന് നേരത്തെ പറഞ്ഞു, ആഷാ റോസ് എന്ന മഞ്ജു, അവള് ബാങ്കിൽ, കോഴിക്കോട് വിവാഹം കഴിച്ചു, ബാങ്കിൽ വർക്ക് ചെയ്യും. പിന്നെ കുട്ടികളുടെ എത്ര പേരുണ്ട്? 3 കുട്ടികൾ. രണ്ടാമത്തെ ആള് അഞ്ചു റോസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട്. ഹസ്ബൻഡ് ഡോക്ടർ സാൻസ്, അവിടെ തന്നെ മെഡിക്കൽ കോളേജ് അല്ല, പുള്ളി പ്രൈവറ്റ് ആയിട്ട്. ഒരു ചോദ്യം കൂടി ചോദിച്ചു നമുക്കറിയാം. ഈ ഒരു യുവത്വം, ഞങ്ങൾ അങ്ങനെ തന്നെ പറയാം, 72 കടക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതചര്യ? എങ്ങനെയാണ് ഈ ഒരു ആരോഗ്യം നിലനിർത്തുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു രാവിലെ ചെറിയ സമയത്ത് യോഗ ചെയ്യും. ഭക്ഷണത്തിൽ അധികം കഴിക്കൂല ചെറുപ്പത്തിൽ തന്നെ, എന്നാലും വീട്ടിലെ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. ഈ അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് തുടങ്ങിയ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലോകം മുന്നോട്ട് പോയി, കാലം മുന്നോട്ട് പോയി, ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യകളുടെ. ഞാൻ രാഷ്ട്രീയം തുടങ്ങുമ്പോൾ ഇരിട്ടിയിൽ നിന്ന് 10 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ രാത്രിയിൽ നടന്നു പോയിട്ടുണ്ട് പലപ്പോഴും. പടിയൂർക്കല്യാട് പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് ഞാൻ തിരി കത്തിച്ചു പിടിച്ച മെഴുകുതിരി മേടിക്കും, ഒരു തീപ്പെട്ടി മേടിക്കും, റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒരു ചിരട്ട എടുക്കും. എല്ലാ ദിവസവും ഞാനൊരു വീട്ടിലൊരു തീപ്പെട്ടി കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, സണ്ണി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ തീപ്പെട്ടിക്ക് ഒരു പഞ്ഞുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് തോക്കാതിരിക്കാൻ വേണ്ടി രാത്രി ഉറക്കൊളിച്ചു പഠിച്ചു. അതുവരെ ഞാൻ ചിലപ്പം പുകവലിക്കുമായിരുന്നു. എനിക്ക് സീനിയറായിട്ടുള്ളൊരു എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, KT മാത്യു, അദ്ദേഹം എനിക്ക് സിഗരറ്റ് മേടിച്ചു തരും, പക്ഷെ അദ്ദേഹം വലിക്കില്ല. പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാനൊരു ശപഥം ചെയ്തു, ഇനി ഞാൻ സ്മോക്ക് ചെയ്യില്ല. ആ പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ സമയം തീരുകയാണ്. നല്ല രസകരമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് കടന്നു പോകുന്നത്. ഈ മെഴുകുതിരി കത്തിച്ച് ചിരട്ടയിൽ റബ്ബറിന്റെ തോട്ടത്തിൽ കയറി ചിരട്ട എടുക്കും, എന്നിട്ട് തെരി കത്തിച്ച് ഇങ്ങനെ പോകും. അപ്പൊ ഇത് വരുന്ന ഒരു 2 തീപ്പെട്ടിക്കൊള്ളി എടുക്കേണ്ടി വരും, ബാക്കി തീപ്പെട്ടി വീട്ടിൽ കൊണ്ടുപോകും. പിറ്റേ ദിവസം ഈ തീപ്പെട്ടി എടുത്ത് വരാൻ പറ്റില്ല, തീപ്പെട്ടി മേടിച്ചാൽ വീട്ടിൽ ദിവസവും തീപ്പെട്ടി. പിന്നെ വേറൊരു കാര്യം കൂടെ അമ്മയോട് പറഞ്ഞ ഒരു രസം കൂടെ. ആ രസം, ഞാൻ ലോക്കലിൽ പഠിക്കുമ്പോൾ അന്ന് സിൻഡിക്കേറ്റ് മെമ്പറാണ്. വീട്ടിൽ വൈകുന്നേരം രാത്രി ഉണ്ട്, പകലുണ്ട്, ഞായറാഴ്ച അവധി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, സണ്ണി നീ ആ തൊഴുത്തിലെ ചാണകം വാരിയിടാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ട് ചാണകം വാരാനൊക്കെ ഞാൻ ബില്ലിങ്ങാ. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഭരണേക്കരം പിടിച്ചിരിക്കേണ്ട കൈ കൊണ്ട് വേണോ ചാണകം വാരാൻ, അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അത് അന്നേരം നമുക്ക് സോപ്പിട്ട് കഴുകാം, ഇപ്പൊ എന്റെ മഴ ചാണകം വൈകിടാൻ. അപ്പൊ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പോയി ചാണകം വാരി. അപ്പം രാഷ്ട്രീയത്തെ കുറിച്ച് എന്നെ കുറിച്ച് എനിക്കൊരു ചെറിയ സങ്കല്പമുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ ഭാര്യ ഞാനും കൂടി അതുകൂടെ പറഞ്ഞേക്കാം. ഒരു യാത്ര പോയിട്ട് മരിച്ച വീട്ടിൽ പോയിട്ട് ബന്ധു മരിച്ചിട്ട് യാത്ര പോയിട്ട് ശ്രീകണ്ഠപുരം ഭാഗത്ത് നിന്ന് ബസ്സിനിങ് വരിക ഇരട്ടിക്ക്. അപ്പോൾ ഒരേ സീറ്റിൽ ഇരുന്ന് വരിക. ഞാനിങ്ങനെ ക്ഷീണം കൊണ്ട് ബസ്സിലിരുന്ന് കാലൊക്കെ കുറച്ച് വിസ്തരിച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കക്ഷിയനോട് പറഞ്ഞു, കുറച്ചൊന്ന് ഒതുക്കി വെച്ച് വേറുള്ളവർക്ക് ഇരിക്കേണ്ടെന്ന് ചോദിച്ചു തമാശയായിട്ട്. അന്നേരം ഞാൻ പറഞ്ഞു, കാറിലിരിക്കേണ്ട കാലം മനസ്സിലായിരിക്കുന്നെങ്കിൽ ഈ കാറിലിരിക്കേണ്ട കാലാണ്.
കാറിൽ ഇരിക്കേണ്ട കാലമാണ്. കാറിലിരിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കും. നാളെ നമ്മൾ കാറിൽ ഇരിക്കും. അപ്പൊ കക്ഷിക്ക് എന്റെ വിവരക്കേട് ഓർത്ത് ചിരിക്കാനാണ് പറ്റില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമല്ലോ. എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ സമയം തീരുകയാണ്. എങ്ങനെയുണ്ട് ഈ ഹാപ്പി, ക്വൈറ്റ് ഹാപ്പി. എങ്ങനെയാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? എനിക്ക് ഫുൾ ഹാപ്പി, സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. എന്തായാലും ഈ എപ്പിസോഡ് നല്ല ഒരു മലയോരത്തിന്റെ സ്പന്ദനമറിഞ്ഞ് കടന്നുപോയൊരു എപ്പിസോഡാണ്. സണ്ണി ജോസഫ് എന്ന സണ്ണി വക്കീൽ, അല്ലെങ്കിൽ സണ്ണി സാർ എന്ന് ഞാൻ പറയുന്നത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം ദീപികയുടെ 138ാം വാർഷികാഘോഷത്തിൽ പ്രസംഗിക്കുമ്പോൾ സണ്ണി സാർ എന്നാണ് വിളിച്ചത്. അപ്പോൾ സണ്ണി സാർ എന്നാണ് ഇപ്പോൾ ആളുകൾ വിളിക്കുന്നത്. പണ്ട് വക്കീൽ പ്രൊഫഷനിൽ സജീവമായിരുന്ന കാലത്ത് സണ്ണി വക്കീൽ, എൻ്റെ മൊബൈലിലും സണ്ണി വക്കീലാണ്. ഒരു വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2.5 പതിറ്റാണ്ട് മുമ്പോ മറ്റോ താങ്കളുടെ പേര് അന്ന് മുതലേ താങ്കൾ ഒരേ നമ്പറാണ്, സണ്ണി വക്കീലായിരിക്കുമോ. മട്ടന്നൂർ താങ്കൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ DCC പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന ആ സമയത്ത് ഫീഡ് ചെയ്ത് വെച്ചതാണ്. എന്തായാലും നല്ല രസകരമായ ഒരു അധ്യായത്തിലൂടെയാണ് നാം കടന്നു പോയിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കുടുംബം വാർത്തെടുക്കുന്നതിൽ മാതാപിതാക്കൾ, അമ്മയുടെ ഒരു പങ്കിനെ കുറിച്ച് അദ്ദേഹം വാചാലനാകുകയുണ്ടായി. അത് ഒരനുഭവം തന്നെയാണ്. പിന്നെ അമ്മയെ അങ്ങ് ചേർത്ത് നിർത്തുകയാണ്. മക്കളിലൂടെ, വീടിൻ്റെ നാമത്തിലൂടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. അമ്മ എന്ന് പറയുന്നത് അത് ഒരു സംഭവം തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇതൊരു പാഠപുസ്തകമാണ്, പഠനമാണ്. കാരണം ഓരോ മനുഷ്യരും വളർന്നു വരുന്ന വഴികൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതിൽ നിന്ന് ചില അധ്യായങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, കൂടെ കൊണ്ടു നടക്കാൻ പറ്റും. പ്രേക്ഷകർക്ക് മുന്നിൽ സണ്ണി ജോസഫ് എന്ന ജനപ്രിയ നേതാവിനെ ചെറിയ രീതിയിൽ മാത്രം ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ കാണുക, അഭിപ്രായങ്ങൾ പറയുക. പ്രേക്ഷകർക്കും ഒപ്പം സണ്ണി ജോസഫിനും ജീവിത പങ്കാളിക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.